ഹലോ 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 എവരിവൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖാണോ? സുഖാണ്. ഓക്കെ, വരുന്നു സാർ. ഗ്രേറ്റ്. ഷാമിനി മാം, സുമിത് സാർ, ഷഫീഖ് സാർ, ജാസ്മിൻ മാം ആൻഡ് ഷാനവാസ് സാർ. ഓക്കെ, ഗ്രേറ്റ്. സന്തോഷം. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. സോ നമ്മളുടെ ക്ലാസ് കഴിഞ്ഞ ദിവസം ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഇതാ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് ഒരു ഒരു പ്രിപ്പറേഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാവുക. തിങ്കളാഴ്ച മുതൽ നമ്മൾ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ മൊഡ്യൂളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ പോപ്പുലർ ആകാനുള്ള കുറച്ച് സ്റ്റെപ്പുകളെ കുറിച്ചിട്ടായിരിക്കും ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ. അപ്പോ അതിലേക്ക് നമുക്ക് എത്താം. സോ നമ്മളുടെ ടാസ്ക് റിലേറ്റ് ചെയ്തുകൊണ്ട് ടാസ്കുകൾ ഓരോരുത്തരും അവരുടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ കുറച്ച് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയും ഇടാൻ ബാക്കിയുള്ളവരുണ്ട്. അവരും എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ നിങ്ങളുടെ ടാസ്കുകൾ എന്ത് ചെയ്യുക മാക്സിമം അതിൽ. കാരണം ഒരു ടാസ്ക് നമ്മൾ പെൻഡിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും, പിന്നെ അടുത്തതിലേക്ക് നമുക്ക് കൂടുതലാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതവിടെ പെൻഡിങ് വെക്കും. അപ്പൊ അതുകൊണ്ട് ടാസ്കുകൾ അപ്പോൾ തന്നെ നമുക്ക് പറ്റാവുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ നിർവഹിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ ട്രെയിനിങ് ഫീൽഡിലേക്ക് എല്ലാവരും റെഡി അല്ലേ? സെറ്റ് അല്ലേ? ട്രെയിനിങ് ഫീൽഡിൽ തിളങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അല്ലെ? അങ്ങനെയാണ് നമ്മളുടെ ടാസ്കിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. സോ ജസ്റ്റ് വി ആർ ഡിസ്കസിങ് ടുഡേ ഹൗ ടു ബിക്കം പോപ്പുലർ ഇൻ ദ ട്രെയിനിങ് ഫീൽഡ്. ഓക്കെ, അതിനെ കുറിച്ചുള്ള കുറച്ച് ഡിസ്കഷൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക് മുതൽ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പുകളിൽ പോയി കഴിഞ്ഞാലായിരിക്കും നമ്മൾ പോപ്പുലർ ആകാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ നിങ്ങളെ കൊണ്ടുവരുന്നത്. സോ എല്ലാവരും റെഡി ആണെങ്കിൽ 6 എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. 6, ജസ്റ്റ് 6 എന്നൊന്ന് ടൈപ്പ് ചെയ്യുക എല്ലാവരും, നിങ്ങൾ റെഡി ആണെങ്കിൽ കേട്ടോ. ഓക്കെ, ഷഫീഖ് സർ, ഷനവാസ് സർ, സുഹേൽ സർ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. സോ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ നോട്ട് ഉണ്ടല്ലോ അല്ലെ? ഡയറിയോ നോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മൾട്ടി സെൻസറി ലേണിംഗ് മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഡയറി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക, വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് നിങ്ങളുടെ മൈൻഡ് ഇവിടെ ഉണ്ടാവുള്ളൂ. വീഡിയോ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് പല സ്ഥലത്തും ആയിരിക്കും. അതിലൂടെ അപ്പുറത്ത് കൂടെ ഒരാൾ പോകും, അപ്പൊ നമ്മൾ അവരെ നോക്കും, ഇവരെ നോക്കും, നമ്മൾ പലതും അതിൻ്റെ ഇടയിൽ നിന്ന് കഴിക്കും. അപ്പോൾ കഴിക്കുന്നതിന്റെ ഇടയിൽ ഫുഡ് പോകുന്നല്ലാതെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ ആയതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് ഫോക്കസ് ചെയ്തിരിക്കുക. അപ്പോഴേ നമുക്കൊരു പോപ്പുലർ ട്രെയിനർ വേഗത്തിലാകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുള്ളൂ. നമുക്ക് ഏറ്റവും വേഗത്തിലാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലെ? അപ്പോ ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടത്. സോ ഹൗ ടു ബിക്കം എ പോപ്പുലർ ട്രെയിനർ. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ ആണ്. സോ വി ആർ മൂവിങ് ടു ദ സെഷൻ. നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് യുവർ ഫീൽഡ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു എനിക്ക് ട്രെയിനർ ആകണം എന്നൊക്കെ പറഞ്ഞു. അതിൽ ചില ആളുകൾ സ്പെസിഫിക് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിവേ നമുക്ക് ഒരു ഫീൽഡ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വെറുതെ ഒരു ട്രെയിനർ ആവുക എന്നുള്ളതിനേക്കാൾ നമുക്ക് ഏത് ഫീൽഡിൽ ട്രെയിനർ ആകണം അല്ലെ? ഒരുപാട് ഫീൽഡുകൾ ഇന്ന് അല്ലെ? ട്രെയിനിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയാണ്, ഒരു വാസ്റ്റ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മേഖലകളിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ഏത് ട്രെയിനർ ആകണം എന്നത് നമ്മളുടെ മുമ്പിൽ ഉണ്ടാകണം. അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നമ്മളിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. ഏത് ട്രെയിനർ ആകണം എന്നത് എന്താണ്? ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തെ ഇപ്പൊ നമ്മൾ ഈ കരിയർ കൗൺസിലിംഗ് സെഷനുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം,
ഓരോ സമയത്തും പുതിയ പുതിയ കരിയറുകൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കരിയറിന്റെ 50% പോലും അടുത്ത തവണ ഉണ്ടാവില്ല അല്ലെ. പണ്ട് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ്? ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. TTP പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല അല്ലെ. വോയിസ് വിട്ടാൽ മതി അല്ലെ. വോയിസ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ എന്ത് ട്രെയിനർ ആകണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എന്തെങ്കിലും ധാരണയുണ്ടോ ഞാൻ എന്ത് ട്രെയിനർ ആകണം എന്നതിനെ കുറിച്ചിട്ട്? നമ്മളിപ്പോ സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എന്ത് കിട്ടിയാലും എടുക്കാൻ പോകും അല്ലെ. എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും എടുക്കാൻ പോകും. പാരന്റിങ് കിട്ടിക്കഴിഞ്ഞാൽ അതെടുക്കും. മോട്ടിവേഷൻ, ഞാൻ വരാം, മോട്ടിവേഷൻ എടുക്കും. അതേപോലെ സെയിൽസോ, നോ ഇഷ്യൂ, ഞാൻ വരാം, അത് കൊടുക്കും. അങ്ങനെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എന്താണ് അങ്ങനെ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നമുക്ക് ഒരു ഏരിയ, ഒരു സ്പെസിഫിക് ഏരിയ നമുക്ക് ഉണ്ടാകണം. അപ്പോ നമ്മൾ സാധാരണ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ മകൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാധനം, നമ്മൾ ഈ കഴിക്കാൻ കൊടുക്കുന്ന ഒരു പരിപ്പ്, കുറെ പരിപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു കുറച്ച് പരിപ്പ് എടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തു? ഇവന്റെ ചവിട്ടിലിട്ട് നോക്കി. വെറുതെ, ചെറുതാണ്, 3-3.5 വയസ്സേ ഉള്ളൂ. അപ്പൊ അപ്പൊ ഇവന് ഇത് അറിയില്ല. ഇവനുള്ളിലിട്ട് പിന്നെ ഇത് നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം രാത്രി ഇവൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചെറുതെ ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കണുണ്ടപ്പോ വെറുതെ വൈഫ് നോക്കിയതാണ്. ഇവൻ പറഞ്ഞിട്ടൊന്നല്ല, വേദനിച്ചിട്ടൊന്നല്ല, വെറുതെ നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ എന്തോ സാധനം ഇരിക്കുന്നത്. അങ്ങനെ കുറെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇന്നതായിരിക്കും സാധനം. അങ്ങനെ പിറ്റേ ദിവസം ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, ഞാനൊരു 3-4 ഇട്ട് 4 തിരിച്ചു വന്നു, 1 ബാക്കി വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ആന വന്ന സമയത്ത് എന്ത് ചെയ്തു? എന്തായാലും സാധനം എടുക്കണ്ടേ. അപ്പൊ സാധനം എടുക്കണമെങ്കിൽ നമ്മൾ എവിടെയാ പോവാ? നമ്മൾ എവിടെ പോകും? ഡോക്ടറെ അടുത്ത് പോകും അല്ലെ. ഏത് ഡോക്ടറെ അടുത്ത് പോകും? ചെവിയുടെ ENT അടുത്ത് പോകും അല്ലെ. അറ്റാക്കിന് ചികിത്സിക്കുന്ന ആള് നമ്മളെ തൊട്ടടുത്തുണ്ടെങ്കിൽ ആളെടുത്ത് പോയിട്ട് കാര്യമില്ല അല്ലെ. യൂറോളജി ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, അതേപോലെ തന്നെ പീഡിയാട്രീഷ്യൻ ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാവും. ഇവരെടുത്ത് പോയിട്ട് കാര്യമില്ല, ഇവരെടുക്കൂല. കാരണം ഇവർക്ക് അതിനുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ഇല്ല. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്തു ഇനി ENT. അപ്പൊ ENTനെ നമ്മൾ കണ്ടെത്തി, ആളുടെ അടുത്ത് പോയി. അപ്പൊ ആള് എന്താണ്, ഞൊടിയിടയിൽ വിത്തിൻ സെക്കൻഡ്സ് വളരെ സിമ്പിൾ ആയിട്ട് അവരെടുത്തു തന്നു. ഓക്കെ. അപ്പോ ഇതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഇതില് കുറച്ചുകൂടി മാസ്റ്റർ ആരാണ് എന്ന് നോക്കും. എന്നിട്ടാണ് നമ്മൾ ആളുടെ അടുത്ത് പോകുക. കലക്കി കുടിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് നമുക്ക് അതിനാണ് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഫൈൻഡ് യുവർ ഫീൽഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഫീൽഡിലേക്ക് നമുക്ക് ഒരു നിശ്ചയം, കൃത്യമായിട്ടുള്ള ഒരു നിശ്ചയം നമുക്ക് ഉണ്ടാകണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫീൽഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക? ഇപ്പൊ ഇവിടെ ഫൈൻഡ് യുവർ ഫീൽഡ്. അപ്പൊ കരിയറിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്താണ്, ഇപ്പൊ ഫീൽഡുകൾ പോകുന്ന സമയത്ത് ബിസിനസ്, അതേപോലെ തന്നെ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കൺസൾട്ടിങ്, അതല്ലെങ്കിൽ സെയിൽസ്, പർച്ചേസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി വിഷയങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് നമുക്ക് ട്രെയിനർ ആകാം. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലീഡർഷിപ്പ്, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇടപെടൽ നടത്താം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായിട്ടുള്ള ബന്ധത്തിലുള്ള മൈൻഡ് ട്രെയിനിങ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി മേഖലകളിലേക്ക് നമുക്ക് പോകാം. ഹെൽത്ത് ആൻഡ് വെൽനെസ് അല്ലെ. ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൽ ഒത്തിരി ട്രെയിനർമാര്, പേഴ്സണൽ ട്രെയിനേഴ്സ്, യോഗ ട്രെയിനേഴ്സ്, അങ്ങനെ തുടങ്ങി ഒത്തിരി. ഇനി എഡ്യൂക്കേഷൻ ലെവലിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ തന്നെ അവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് നടത്തുന്നവരുണ്ട്, അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുന്നവരുണ്ട്, പാരന്റിങ് കൊടുക്കുന്ന ആളുകളുണ്ട്, എക്സാം സ്ട്രാറ്റജിസ്റ്റുകൾ ഉണ്ട്, അതേപോലെ തന്നെ മെമ്മറി പിന്നെ ഇംപ്രൂവ് ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട്. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അവിടെ ആ വ്യത്യസ്ത ഫീൽഡുകൾ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോ ഇങ്ങനെ ഓരോ ഫീൽഡുകളിലും മാസ്റ്റർ ആകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നമ്മൾ കരിയറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത് ചെയ്യുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. വാട്ട് യു ലവ്. ഓക്കെ. നിങ്ങൾ നമ്മൾ സാധാരണ പറയും ആ മേഖല നല്ല സ്കോപ്പാണ്, ആ ട്രെയിനിങ് നല്ലതാണ്.
എന്ന് പറയുക എന്നതിനേക്കാൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു താല്പര്യം ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഏത് ട്രെയിനിങ് ആയിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിൽ നമുക്ക് ഒരു സന്തോഷവും ഒരു സ്നേഹവും ഒരു സംതൃപ്തിയും കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മൾ പാഷൻ എന്ന് സാധാരണ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ട്രെയിനിങ് നിങ്ങൾക്ക് നിർവഹിച്ചു തരുമ്പോൾ ആ ട്രെയിനിങ്ങിൽ ഞാൻ ഒരു സ്നേഹം കൂടി കലർത്തി തരുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, ഇവിടെ 8:30 മുതൽ 9:30 വരെയാണ് എൻ്റെ ക്ലാസ്. പക്ഷെ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പക്ഷേ ഇതെന്റെ ഒരു പാഷൻ മേഖലയാണെങ്കിൽ ഈ ഒരു മണിക്കൂർ എൻ്റെ പോകുന്നതേ എനിക്കറിയില്ല. ഞാൻ അറിയില്ല. കാരണം എന്താണ്? അതെന്റെ ഞാൻ പണിയെടുക്കുകയല്ല, മറിച്ച് എന്താണ്, ഞാൻ അതിൽ ജീവിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യല്ല, പണിയെടുക്കല്ല, ഞാൻ അതിൽ ജീവിക്കുകയാണ്. നമ്മൾ സാധാരണ ഈ മൂവീസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ ആക്ടേഴ്സിനെ കുറിച്ച് പറയാറുണ്ട് അല്ലെ, ചിലപ്പോ അവരതിൽ അഭിനയിക്കല്ല, ജീവിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നതുപോലെ നമുക്ക് ഇതിൽ ജീവിക്കാൻ പറ്റണം. ട്രെയിനിങ് എന്നുള്ളത് നമുക്കൊരു വരുമാനം ഉണ്ടാക്കേണ്ട ഒരു മേഖല തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ക്ലാസ് എടുക്കുന്നത് എന്താകരുത്, ഒരു റെഡിമെയ്ഡ് ആകരുത്, മറിച്ച് അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട ഒരു സാധനമാണ്. അപ്പൊ ആ രീതിയിൽ ഇതിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. വാട്ട് യു ലവ്, നിങ്ങൾ ലവ് ചെയ്യുന്ന, നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു പ്രവർത്തനം. അപ്പൊ ആ ഒരു പ്രവർത്തനം എന്താണ് എന്ന് നിങ്ങൾ ഏത് ഫീൽഡിൽ എന്ത് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷത്തോടെ പറയാൻ പറ്റുന്നത്? ഫാമിലി ടോപ്പിക്കുകളാണോ, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ടോപ്പിക്കുകളാണോ, അതല്ല ബിസിനസ് ടോപ്പിക്കുകളാണോ, റിലീജിയസ് ടോപ്പിക്കുകളാണോ, സ്പിരിച്വൽ ടോപ്പിക്കുകളാണോ, അങ്ങനെ തുടങ്ങി ഏത് ടോപ്പിക്കുകൾ പറയുമ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത്, നിങ്ങൾക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നത്? അതാണ് നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഈ പാഷനേറ്റ് ആയിട്ടുള്ള മേഖല നമ്മൾ കണ്ടെത്തി അതിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി അതിൽ തന്നെ നമ്മൾ വരുമ്പോൾ വെറുതെ പാഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയായിരിക്കും, പക്ഷെ പ്രൊഫഷൻ, വാട്ട് യു ആർ ഗുഡ് അറ്റ്, ഇതിനെ സ്കിൽസ് എന്നാ പറയാം. ഓക്കെ, സ്കില്ല്, പ്രൊഫഷൻ, അതായത് കരിയർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ 4 സ്റ്റെപ്പാണ് വരിക: പാഷൻ, പ്രൊഫഷൻ, മിഷൻ, വൊക്കേഷൻ. ഓക്കെ, നിങ്ങൾ സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ സാധാരണ നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യം കൂടിയാണിത്. ഒരു കരിയർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ 4 സ്റ്റെപ്പുകളാണ് ഉണ്ടാവുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണ്? വാട്ട് യു ലവ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങളുടെ സ്കില്ല് ഏറ്റവും മികച്ചത് ഏതിലാണ് എന്നുള്ളത്. കാരണം ഇഷ്ടപ്പെട്ടത് തന്നെ ആ ഒരു മേഖലയിൽ തന്നെ ആയിക്കൊള്ളണം എന്നില്ല നമ്മുടെ സ്കില്ലുള്ളത്. രണ്ടും വ്യത്യാസമായിരിക്കണം. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതല്ലെങ്കിൽ ഒരു കൗൺസിലർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ലിസണിങ് സ്കില്ല് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വരുന്ന ക്ലയന്റ് അതല്ലെങ്കിൽ പേഷ്യന്റിനെ കേട്ടിരിക്കാൻ പറ്റണം. ഇയാൾക്ക് കേട്ടിരിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇയാൾക്ക് ഡോക്ടറോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കൗൺസിലറോ ആകാൻ പറ്റില്ല. കാരണം എന്താ? ഇയാളുടെ അടുത്ത് ഒരാൾ വരുന്ന സമയത്ത് ഇയാൾക്ക് കേട്ടിരിക്കാനുള്ള സ്കില്ലില്ല. അതല്ലെങ്കിൽ ഇയാൾ ഈ സ്കില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. ക്ലിയർ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഷെഫീഖ് സാറേ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ നമ്മുടെ സ്കില്ല് കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എനിക്ക് എന്ത് സ്കില്ലാണ് ഉള്ളത്? കേൾക്കാനുള്ള കഴിവുണ്ടോ, പറയാനുള്ള കഴിവുണ്ടോ, അതേപോലെ തന്നെ ക്ഷമയുണ്ടോ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി സ്കില്ലുകൾ ഉണ്ടാവും. ഇങ്ങനെ ഏത് സ്കില്ലാണുള്ളത് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളൊന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഓക്കെ, ഇതൊരു പിന്നെ ഒരു ജനറൽ ഐഡിയ ആയതുകൊണ്ട് ചിലപ്പോ കൺഫ്യൂഷൻ ഉണ്ടാകുകയാണെങ്കിൽ എന്നോട് ചോദിക്കണം. പക്ഷെ ഇതിന്റെ ഇൻ ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മളിൽ വരും. ഓക്കെ. പിന്നെ മറ്റൊന്ന് മിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ദ വേൾഡ് നീഡ്. നമുക്ക് നമ്മുടെ പാഷനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ഒരു പിന്നെ പ്രൊഫഷൻ ആയിട്ടുള്ള ഏരിയ. പക്ഷെ മിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കരിയർ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ട്രെയിനിങ് നമുക്ക് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. മറ്റൊന്ന് വൊക്കേഷൻ. ലോകത്തിന് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്താണ്, ഈ ഇത്തരം ട്രെയിനിങ്ങുകൾ നേരത്തെ പറഞ്ഞ ഒരു മെമ്മറി ട്രെയിനർ ആകുകയാണെങ്കിൽ
ഇതെന്താണ്? ഇത് കുട്ടികൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ട്രെയിനിങ് ഒക്കെ പഠിച്ചിറങ്ങിയതിന് ശേഷം അതിനെന്താണ് ഒരു പിന്നെ ആ ഒരു ഫീൽഡ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുത്. വൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടി ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് വെറുതെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനേക്കാൾ എന്താണ് ഇത് നമ്മളെ ഇഷ്ടപ്പെട്ട മേഖലയാണെന്ന് തിരിച്ചറിയുക. ഈ ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് സ്കില്ലുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലെ? ട്രെയിനിങ് എന്നുള്ളത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷെ നമുക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സക്സസ് ആവില്ല. അല്ലെ? അപ്പോ ഇതേപോലെ ഇത്രയും കാര്യങ്ങൾ 4 സ്റ്റെപ്പുകൾ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഓക്കെ, ഇതാണ് നമ്മൾ നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് കണ്ടെത്തുക എന്നാണ്. അതായത് നിഷ് മാർക്കറ്റ്. ഓക്കെ, ഒരു നിഷ് മാർക്കറ്റ്. ഫൈൻഡ് എ നിഷ് മാർക്കറ്റ്. ഫൈൻഡ് എ നിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുക. ഇപ്പൊ നമ്മളൊരു ഫീൽഡ് കണ്ടെത്തി, നമ്മളൊരു ഫീൽഡ് കണ്ടെത്തി, നമ്മളൊരു ബിസിനസ് ട്രെയിനർ ആകണം എന്നൊക്കെ കരുതി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമ്മളൊരു പ്രോബ്ലം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും ഒരു പ്രോബ്ലം കണ്ടെത്തുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോ നിങ്ങൾ സാധാരണ ഈ നമ്മളെ വീട്ടിലൊക്കെ ഈ വട ഉണ്ടാക്കും. വട, അതായത് സെന്ററിൽ തുളയുള്ള ഒരു വടയുണ്ട്. ഈ വട ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ തുള സെന്ററിൽ കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത് സെന്ററിൽ കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായ ഇതിന് കറക്റ്റ് ആകൃതി വരാ, അതിന്റെ സെന്ററിൽ കറക്റ്റ് ആയിട്ടുള്ള റൗണ്ട് വരാ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ഒരു ഓണർ, നിങ്ങൾക്ക് അറിയാം ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റിന്റെ ID മുസ്തഫ എന്ന് പറയും. ഇവര് ബിസിനസ് തുടങ്ങിയപ്പോൾ ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്തു ഇതൊരു പ്രോബ്ലം ആണ്. വട ഉണ്ടാക്കുന്ന സമയത്ത് തുളയിടുക എന്നുള്ളത് ഒരു പ്രോബ്ലം. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഇവർ കണ്ടെത്തിയെന്ന് വെച്ചാൽ ഈ പാക്കറ്റ് മേടിച്ച് നമ്മൾ അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തുറപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ വടയും അതേപോലെ തന്നെ തുളയും ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. വേറെ നമ്മൾ അതിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ തുളയിടുക എന്നുള്ള ഒരു പ്രോബ്ലത്തിന് അദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടെത്തി എന്നുള്ളത് മനസ്സിലായില്ലേ? ഇത് ഒരുപാട് കാലത്തെ അധ്വാനത്തിന് ശേഷം, ഒരുപാട് വർഷങ്ങളുടെ റിസർച്ചിന് ശേഷം കണ്ടെത്തിയ ഒരു സാധനം ഉണ്ട്. വെറുതെ നമ്മൾ പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയും. പക്ഷെ ഇത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അതായത് നമ്മൾ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം, അതായത് സമൂഹത്തിന് കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ ഹോം ഡെലിവറി, അല്ലെ? ഹോം ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മേടിക്കാൻ പോകാൻ സമയമില്ല, അല്ലെ? ഒരു സ്ഥലത്തേക്ക് സാധനം പോയി മേടിക്കാൻ സമയമില്ല. അപ്പൊ ഒരു കടയിൽ ഹോം ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സമയമില്ലാത്തതിന് പകരം അവരെന്ത് ചെയ്യുന്നു? ആ സാധനങ്ങൾ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ എന്തായി? അപ്പൊ പിന്നെ ഒരു പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരു ഫാമിലി, രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നു. ഇവർ ഏത് കടയിൽ നിന്നായിരിക്കും? ഒരു സ്ഥലത്ത് ഹോം ഡെലിവറി ഉണ്ട്, ഒരു സ്ഥലത്ത് ഹോം ഡെലിവറി ഇല്ല. ഏത് സ്ഥലത്ത് നിന്നായിരിക്കും ഇവര് സാധനം മേടിക്കുക? അല്ലെ? എവിടെ നിന്നായിരിക്കും മേടിക്കുക? ഹോം ഡെലിവറി ഉള്ളിടത്ത്. ഹോം ഡെലിവറി ഉള്ള സ്ഥലത്ത് നിന്ന്, അല്ലെ? അപ്പൊ ഒരു പ്രോബ്ലത്തിന് മറ്റാള് പറയണ ഞാന് പിന്നെ എന്താണ് ഇവിടെ വന്ന് എന്നെ മേടിക്കണം, അങ്ങനൊന്നും ശരിയാവില്ല, ഇവിടെ വന്ന് മേടിച്ചാലേ സാധനങ്ങൾ ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ അയാൾ ഇരിക്കുകയാണെങ്കിൽ ഇയാളുടെ കച്ചവടം കൂടോ കുറയോ? കുറയും, അല്ലെ? അപ്പോ ഇതാണ് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുക എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് ട്രെയിനർമാരുള്ള ഒരു സ്ഥലത്ത്, ഒരുപാട് പിന്നെ എഡ്യൂക്കേറ്റേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു പ്രോബ്ലം കണ്ടെത്തുക. ഒരു പ്രോബ്ലം, സമൂഹത്തിന് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് കോച്ച്, ഒരു പബ്ലിക് സ്പീക്കിംഗ് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്താണ് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അതൊരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് ആര് കൊടുക്കുന്നത്? പബ്ലിക് സ്പീക്കിങ്ങിന്റെ ട്രെയിനർ ആയിട്ടുള്ള ഒരാൾ കൊടുക്കുന്നത്.
മനസ്സിലായില്ലേ? അതിനുള്ള സൊല്യൂഷൻ, അതിന് ഏറ്റവും എളുപ്പത്തിലുള്ള സൊല്യൂഷൻ. എല്ലാവരും സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പത്തിലുള്ള ഒരു സൊല്യൂഷൻ. നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു സോപ്പ് ഉണ്ട്. അപ്പോ ഈ സോപ്പ് പിന്നെ സോപ്പ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അതായത് പുതിയൊരു സോപ്പ് അവിടെ വന്നിരിക്കുക, പുതിയൊരു സോപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ചോദിക്കും, ഈ സോപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഗുണം? നമ്മൾ എന്നും മേടിക്കുന്ന സോപ്പ് ഉണ്ട്, പുതിയൊരു സോപ്പ് കാണുമ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം? അപ്പോ എന്താണ് അവര് പറയും, എന്താണ് ഈ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരാഴ്ച സമയം എന്താണ് ഇതിന്റെ മണം നിൽക്കും. അതേപോലെ തന്നെ ഇത് ഉപയോഗിച്ചാലും പെട്ടെന്ന് തീരൂല. പിന്നെ മാത്രമല്ല ഇതിന് പൈസ താരതമ്യേന മറ്റിനെ അപേക്ഷിച്ചിട്ട് കുറവാണ്. അപ്പൊ ഇതതിന്റെ എന്താണ്, ഇത് മറ്റേതിനെ അപേക്ഷിച്ച് എന്താണ്, ഇതിന്റെ ഒരു സവിശേഷതയാണ്. അപ്പോ ഇതേപോലെ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങേണ്ടത്. ഇന്ന് എവിടെ ആയിക്കഴിഞ്ഞാലും. അപ്പോ ഒരു പ്രോബ്ലം നമ്മൾ കാണുന്നു, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കാണുന്നു. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ പ്രോബ്ലം എന്തായിരുന്നു? നിങ്ങളുടെ പ്രോബ്ലം എന്തായിരുന്നു? ജാസ്മിനെ, നിങ്ങൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതല്ലേ? അതാണ് ആലോചിക്കുന്നത്, എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അല്ല, പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തണം തോന്നുന്നു. ഓക്കെ, യെസ്. അതായത് ഞാൻ സൊല്യൂഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെ അവിടേക്ക് എത്തണം. ഇതൊരു പ്രോബ്ലം ആണ്, ഒരു സമൂഹത്തിനുള്ള പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് പല ആളുകളും ചോദിക്കും, എങ്ങനെയാ ട്രെയിനർ ആവുക, എങ്ങനെ നന്നായി സംസാരിക്കണം, എങ്ങനെ ആളുകളെ ഡീൽ ചെയ്യണം. ഇതൊരു പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ പ്രോബ്ലത്തിന് ഞാനൊരു സൊല്യൂഷൻ, നല്ലൊരു സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു മാർക്കറ്റാണത്. അപ്പോ ഞാൻ കണ്ടെത്തിയ ഒരു മാർക്കറ്റ് അതാണ്. എങ്ങനെ നല്ലൊരു ട്രെയിനർ ആകാം. ഇനി ട്രെയിനിങ്ങിലേക്ക് വന്ന ആളുകൾ തന്നെ എങ്ങനെ ഇത് കുറച്ചും കൂടി ഒന്ന് എക്സ്പെർട്ടൈസ് ആകാം. ഇതാണ് ഞാൻ കണ്ടെത്തിയ ഒരു മാർക്കറ്റ്. അപ്പൊ ഇതേപോലെ ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ മാർക്കറ്റ്. ഇത് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മേഖല കൂടിയാണ്. അപ്പൊ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് അതിലൊരു താല്പര്യം തോന്നി. കുറെ ട്രെയിനർമാരെ ഉണ്ടാക്കുന്നു, അപ്പൊ ആ ട്രെയിനർമാർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ ഇത് എൻ്റെ ഒരു പാഷനായിട്ട് കാണുന്നു, എനിക്ക് അതിലൊരു സ്കില്ലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഇറങ്ങി. അപ്പൊ ഇതേപോലെ ചിലപ്പോ ഈ ഒരു പ്രോബ്ലമോ സൊല്യൂഷനോ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ കണ്ടെത്തുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഒരു മാർക്കറ്റ് നമ്മൾ കണ്ടെത്തുക എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് നിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് മൈക്രോ പൊസിഷനിങ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫൈൻഡ് യുവർ ഫീൽഡ് പറഞ്ഞു, നിഷ് മാർക്കറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് മൈക്രോ പൊസിഷനിങ് എന്നുള്ളതാണ്. ഓക്കെ, മൈക്രോ പൊസിഷനിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളതിനേക്കാൾ വളരെ ലളിതമായിട്ട് ആളുകളിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരെയും നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാവരുത്. അങ്ങനെ ലക്ഷ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. മൈക്രോ പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ ജാസ്മിൻ ഒരു വുമൺ എംപവർമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന സമയത്ത് വുമൺസ് ലോകത്ത് ഒരുപാട് വുമൺസ് ഉണ്ട്, അല്ലെ? ലോകത്തിലെ എല്ലാ വുമൺസിനെയും നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് എവിടെ എത്തൂല. അപ്പൊ ജാസ്മിൻ എന്ത് ചെയ്യുന്നു, വേൾഡിലെ വുമൺസിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, ഇന്ത്യയിലെ വുമൺസിനെയാണോ, കേരളത്തിലെ വുമൺസിനെയാണോ? ഈ വുമൺസിൽ തന്നെ ഏത് ടൈപ്പിൽ പെടുന്നവരെയാണ് നമ്മൾ എംപവർ ചെയ്യുന്നത്? വീട്ടമ്മമാരെയാണോ, അതല്ല പ്രൊഫഷണൽസിനെയാണോ, അതല്ല ബിസിനസ് ചെയ്യുന്ന പിന്നെ വുമൺസിനെയാണോ, അതല്ല ടീച്ചേഴ്സ് ആയിട്ടുള്ള വുമൺസിനെയാണോ? ഇതിൽ തന്നെ ഏത് ഏജിൽ നിൽക്കുന്ന വുമൺസിനെയാണ്? കുറച്ചുകൂടി കൗമാരക്കാരായിട്ടുള്ള ഗേൾസിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു 25-നും 35-നും ഇടയിലുള്ള കുറച്ചുകൂടി യുവത്വമുള്ള ആളുകളാണ്? ഞാൻ അതെല്ലാം റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന കുറച്ചും കൂടിയും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ എംപവർ ചെയ്ത് അവരെ കുറച്ചും കൂടിയും മോട്ടിവേറ്റ് ചെയ്ത് അവരെ ജീവിക്കാൻ പിന്നെ കുറച്ചുകൂടി പ്രേരിപ്പിച്ച് ആ രൂപത്തിൽ ചെയ്യലാണോ? ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിനെയാണ് മൈക്രോ പൊസിഷനിങ് എന്ന് പറയുന്നത്.
പൊസിഷൻ ചെയ്യുക. നമ്മൾ എവിടെ ഏത് കാറ്റഗറിയെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ കൂടി ആ കാറ്റഗറിയെ ഫോക്കസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മൈക്രോ പൊസിഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 1-2 പോയിന്റുകൾ പറഞ്ഞിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം കേട്ടോ. അടുത്തത് എന്ന് പറയാൻ BA മാസ്റ്റർ എന്നുള്ളതാണ്. BA മാസ്റ്റർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മേഖലയിൽ മാസ്റ്റർ ആവുക. മാസ്റ്റർ, അപ്പോ മാസ്റ്റർ വ്യത്യസ്ത ഫീൽഡുകളിൽ മാസ്റ്റർ ആയ ആളുകളുണ്ട്, ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഓക്കെ, ഒരു ഫീൽഡിൽ നമ്മൾ മാസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? ഹൗ മച്ച് ടൈം റിക്വയർഡ് അറിയോ നിങ്ങൾക്ക്? ഒരു വിഷയത്തിൽ പറഞ്ഞോ. പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അയാളുടെ ആഗ്രഹം എത്രത്തോളം അയാൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ചിലപ്പോ അതിൽ മാസ്റ്റർ ആവുന്നത്. ഓക്കെ, സമയം പറയാൻ പറ്റില്ല എന്നാണ് ഷഫീഖ് സാർ പറഞ്ഞത്. വേറെ ബാക്കിയുള്ളവര് എന്താ പറയുന്നത്? നിങ്ങളുടെ 10,000 hours ആണ്. ഓക്കെ, 10,000 hours ആണ് സുഹേൽ സാർ പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളവര് 90 days 90 എന്തോ ഒരു റൂൾസ് ഉണ്ടല്ലോ, 90 റൂൾസോ, 90 days 9 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താല് അതിൽ മാസ്റ്റർ ആവാൻ പറ്റും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ 90 days അല്ലേ? ഓക്കെ എന്താ ആവട്ടെ. ഓക്കെ, നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും ഇതുണ്ടോ? ഈ ഗോള് സെറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മള് ഈ ക്രിക്കറ്റില് നമ്മള് സച്ചിനെ മാസ്റ്റർ എന്ന് പറയാറുണ്ട്. സച്ചിനെ നമ്മൾ മാസ്റ്റർ സച്ചിൻ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പൊ സച്ചിനെ നമ്മൾ മാസ്റ്റർ എന്ന് പറഞ്ഞത് അത് സച്ചിൻ തുടക്കത്തില് കളിച്ചപ്പോഴൊന്നുമല്ല, മറിച്ച് സച്ചിന്റെ ഒരുപാട് വർഷത്തെ അധ്വാനത്തിന് ശേഷമാണ് സച്ചിൻ മാസ്റ്റർ ആവാന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആവാന്നുള്ളതല്ല കേട്ടോ. എക്സ്പേർട്ടിനേക്കാളും മുകളിലാണ് മാസ്റ്റർ ആവാന്ന് പറഞ്ഞത്. ആ ഫീൽഡിൽ അഗ്രഗണ്യനാവുക എന്നുള്ളതാണ്. ഒരു ടോപ്പ് 5 കേരളത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ടോപ്പ് 5 പൊസിഷൻ, ഒരു ടോപ്പ് 10 പൊസിഷൻ. എക്സ്പേർട്ട് ആവാന്നുള്ളതിനേക്കാൾ മാസ്റ്റർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ടിനേക്കാളും അപ്പുറത്താണ്. അപ്പൊ നോർമലി നമ്മൾ ഇവിടെ സുഹേൽ പറഞ്ഞ പോലെ തന്നെ BA മാസ്റ്റർ എന്നൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് 10,000 hours നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു വിഷയത്തിൽ നിങ്ങൾ മാസ്റ്റർ ആകുക എന്നുള്ളതാണ് ഒരു പൊതുവെ ജനറൽ ആയിട്ട് പറയുന്ന ഒരു സാധനം. 10,000 hours. അപ്പൊ 10,000 hours നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അപ്പൊ ഇപ്പൊ ഒരു ട്രെയിനിങ്ങിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ. അപ്പൊ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 10,000 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകാൻ പറ്റും എന്നാ പറയുന്നത്? നിങ്ങൾക്ക് അതിലൊരു പുലിയാകാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ 10,000 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 മണിക്കൂർ വെച്ച് ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1000 ദിവസം നമ്മൾ വർക്ക് ചെയ്യണം. 10,000 പറഞ്ഞോ. ഇവിടെ പറഞ്ഞതല്ല അല്ലെ? ഓക്കെ, അതായത് 10,000 hours എന്ന് പറയുമ്പോൾ ഒരു ദിവസം 10 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1000 days, അതായത് ഏകദേശം 3 വർഷം. ഇനി 5 hours 10 hours നമുക്ക് എന്തായാലും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നത്. അപ്പൊ 5 hours വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 2000 ദിവസം വേണം, അതായത് ഏകദേശം 6 മണിക്കൂർ. നിങ്ങൾ ഈ IAS-നൊക്കെ പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ? IAS-ന് പഠിക്കുന്ന പിന്നെ അതല്ലെങ്കിൽ സിവിൽ സർവീസ് നേടിയ കുട്ടികൾ ഒരു മാസ്റ്റേഴ്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാം പഠിച്ചിട്ടാണ് അവിടേക്ക് എത്തുക. സാഹിത്യം പഠിക്കണം, പൊളിറ്റിക്സ് പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, അത് ലാംഗ്വേജ് പഠിക്കണം, അതേപോലെ തന്നെ ജനറൽ നോളജ് പഠിക്കണം, ടെക്നോളജി പഠിക്കണം. ഇതെല്ലാം പഠിച്ച് ആയിരിക്കണം ഒരു IAS-നോ അതല്ലെങ്കിൽ IPS-നോ അതല്ലെങ്കിൽ സിവിൽ സർവീസിന് പോകുന്ന കുട്ടികൾ ദിവസം എത്ര മണിക്കൂർ പഠിക്കുമെന്നറിയോ? ഒരു 12-13 ചിലപ്പോൾ മണിക്കൂറൊക്കെ പഠിക്കുവരിരുന്നിട്ട്. അപ്പോ നമ്മൾ മാസ്റ്റർ ആകുക എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് ഞാനിവിടെ ഇത്രയും പറയാനുള്ള കാരണം, എളുപ്പത്തിൽ നമുക്ക് ഒരു മാസ്റ്റർ ആകാൻ പറ്റില്ല. പക്ഷെ മാസ്റ്റർ ആകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്തതുമല്ല. അല്ല, നേരത്തെ പറഞ്ഞ ഏതൊരു മനുഷ്യനായി കഴിഞ്ഞാലും മാസ്റ്ററായ ഏതൊരാളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും
നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവര് പണിയെടുത്തുകൊണ്ടാണ് അവർ മാസ്റ്റർ ആയത് അല്ലെ. ഇപ്പൊ നാട്ടില് നല്ല തണുപ്പ് കാലാണ്, നല്ല മഴക്കാലമാണ്. അപ്പോ രാവിലെ കുറച്ച് നേരം വൈകി പോയാലും പ്രശ്നമില്ല എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മാസ്റ്ററായ ആളുകൾ എന്താ ചെയ്യുന്നത്? അവര് അതൊന്നും പ്രശ്നമാക്കാതെ എവിടേക്ക് പോകുന്നു? അവരുടെ പ്രാക്ടീസിന് പോകുന്നു, അവരുടെ വിഷയങ്ങളിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാസ്റ്റർ ആകാൻ, പണിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പൊ ഒരു ദിവസം എത്ര സമയം നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റി വെക്കും എന്നുള്ളത് നമ്മുടെ ചിന്തയിലേക്ക് വരണം. 1 മണിക്കൂർ പോലും നമ്മൾ മാറ്റി വെക്കാതെ എനിക്ക് ട്രെയിനിങ്ങിൽ പോപ്പുലർ ആകണം എന്ന ചിന്ത നമ്മൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്താ പതുക്കെ നമ്മൾ മാറ്റി വെക്കുക. അപ്പൊ നിങ്ങൾ ഒരു മണിക്കൂറാണ് മാറ്റി വെക്കുന്നതെങ്കിൽ എന്നാണ് നിങ്ങൾ ഏകദേശം മാസ്റ്ററായി ഒരു ട്രെയിനിങ്ങിൽ പോപ്പുലർ ആകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നായിരിക്കും അല്ലെ? 1 മണിക്കൂറാണ് മാറ്റി വെക്കുന്നതെങ്കിൽ നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ആവൂലേ എന്നറിയാം ഈ ജന്മത്തില്. ഓക്കെ. അപ്പൊ നിങ്ങള് അതായത് മാസ്റ്റർ ആവുന്നുണ്ട്, മാസ്റ്റർ ആവുന്ന ടോപ്പില്, ഏറ്റവും ടോപ്പില്. നമ്മളെ ആഗ്രഹങ്ങൾ ഒരിക്കലും ചെറുതാവാൻ പാടില്ല. ഓക്കെ, ആഗ്രഹങ്ങൾ നമ്മൾ ചെറുതാക്കാൻ പാടില്ല. മാത്രമല്ല നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മാസ്റ്റർ ആകാനുള്ള വഴികൾ എന്തൊക്കെയാണ്? എങ്ങനെ നമുക്ക് മാസ്റ്റർ ആകാം? ഒരു second. എന്താ പറഞ്ഞേ? ഷെഫീഖ് ഇപ്പൊ സാർ. ഫസ്റ്റ് പറഞ്ഞല്ലോ 1000 ദിവസം അങ്ങനെ 3 വർഷം. അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂറാന്ന് പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞത് അതായത് 10,000 ഹവേഴ്സ് ആണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഞാൻ കണക്ക് കൂട്ടിയത് ഒരു ദിവസം 10 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1000 ദിവസം വർക്ക് ചെയ്യണം. അപ്പോഴാണ് 1000 into 10,000 ഹവേഴ്സ് വന്നല്ലോ. 3 വർഷം. അപ്പം 1000 ദിവസം എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ആണ്. അപ്പൊ അത് 3 വർഷം. അപ്പൊ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് കണക്ക് കൂട്ടുമ്പോൾ ഒരു 3 വർഷം വരും. 3 വർഷം. പിന്നെ രണ്ടാമത് പറഞ്ഞത് പിന്നെ 5 ഹവേഴ്സ് വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിലാണ് ഒരു ദിവസം അല്ലെ? ഒരു ദിവസം. ഓക്കെ. നമ്മളുടെ പിന്നെ ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഏതൊക്കെ ട്രെയിനേഴ്സിന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കോ. ഇപ്പൊ കത്തി നിൽക്കുന്ന ടോപ്പ് 10 മലയാളീസ് ആയിട്ടുള്ള ട്രെയിനേഴ്സ്, ഒരാളെ പേര് പറഞ്ഞ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രെയിനറുടെ പേര് പറഞ്ഞേ. അനിൽ ബാലചന്ദ്രൻ. ഓക്കെ, അടിപൊളി. കറക്റ്റ് സമയത്താണ് അനിൽ ബാലചന്ദ്രൻ. നല്ല അടിപൊളിയാണ് ആള്. നല്ല പിന്നെ നല്ല കാലിബർ ഉള്ള ഒരാളാണ്. ഓക്കെ. അപ്പൊ ആൾ അന്ന് പറഞ്ഞൊക്കെ വിട്ടുപോയിക്കോ. അപ്പോ അദ്ദേഹം എത്ര വർഷമായിട്ടുണ്ടാവും? അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 8-10 വർഷമായിട്ടുണ്ടാവും. ചിലപ്പോ 2016 തുടങ്ങി തോന്നുന്നു. അപ്പൊ ഇപ്പൊ ആള് ഒരു മാസ്റ്റർ രീതിയിൽ എത്തിയില്ലേ? മാസ്റ്റർ നല്ല ക്ലാസ് ആണ്. ഓക്കെ. ഇനി വേറെ ആളെ പേര് പറയും. മധുഭാസ്കർ. മധുഭാസ്കരനൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. അനിൽ ബാലചന്ദ്രനേക്കാൾ ഒരുപാട് മുമ്പ് ഉള്ള ഒരാളാണ് മധുഭാസ്കരൻ. ഒരുപാട് എന്റെ ചെറുപ്പത്തിലെ ഞാൻ കാണുന്ന ആളാണ്. ഓക്കെ. പി വിജയൻ. അതേപോലെ തന്നെ നമ്മള് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പഴയത് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും ഇവരുടെ ഒരു മാറ്റം. ചില ആളുകളുടെ 5 വർഷം 6 വർഷം മുമ്പുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കും. അപ്പൊ അറിയാൻ പറ്റും നമുക്ക്. അപ്പോ ഇവരൊന്നും ഒരു സുപ്രഭാതത്തിൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എത്തിപ്പെട്ടതല്ല. അപ്പോ കഴിഞ്ഞ നമ്മളെ ഒരു 10ാമത്തെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നേ. അപ്പോ ഇവര് വന്ന സമയത്ത് ഇവര് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഇവരും അഭിഷാദ് ഗുരുവായൂരും ഒരുമിച്ച് ഏതോ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ പക്ഷെ അഭിഷാദ് ഗുരുവായൂർ എന്ത് ചെയ്തു? അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി. ഇവരിത് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ഇവരിപ്പോഴും അവിടെ തന്നെയുണ്ട്. അപ്പോ ഒരു കൺസിസ്റ്റൻസി എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മെനക്കെടാതെ നമുക്ക് എവിടെ എത്താൻ പറ്റൂല. നമ്മൾ വെറുതെ എങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ആകാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ എന്ത് ചെയ്യാ? അതില് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ? തയ്യാറാവുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോ ഇത് ഒരു മാസ്റ്റർ ആകാനുള്ള വഴികൾ എന്ന് പറയുന്ന സമയത്ത് 3 കാര്യങ്ങൾ പ്രധാനമാണ്. നമ്പർ 1 ലേൺ, സെക്കൻഡ് 1 ആക്ഷൻ ആൻഡ് തേർഡ് 1 ഇംപ്രൂവ്മെന്റ്. ഒരാൾ എന്ത് ചെയ്ത് മാസ്റ്റർ ആകാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ഒരു 3 വർഷം ഇരുന്നിട്ട് അങ്ങോട്ട് പഠിപ്പ് ഒരു രക്ഷയില്ല. ഉള്ള കോഴ്സുകളൊക്കെ മൊത്തം ചെയ്യുന്നുണ്ട്. എന്റെ കോഴ്സ് ചെയ്തു, അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ അനിൽ ബാലചന്ദ്രനും കോഴ്സ് ചെയ്തു, അപ്പുറത്ത് പോയിട്ട് ഖസാക്ക് പഞ്ചാലി ആ കോഴ്സ് എല്ലാ കോഴ്സും ചെയ്തു. ആക്ഷൻ എടുത്തില്ല. മാസ്റ്റർ ആവോ?
ഇല്ല ഒരു ഇല്ല ആക്ഷനും ഇല്ല, ഇല്ല. മിണ്ടൂല, എല്ലാം ഉണ്ട്. ഒരു അട്ടിക്കണക്കിന് സാധനം ഉണ്ട് നമ്മളെ കയ്യില്. അപ്പോ എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് കൂടി എടുക്കണം നമ്മൾ, ആക്ഷൻ. അപ്പൊ ഈ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഭയങ്കര പ്രശ്നം. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാരും പറയുന്നത് വെച്ചാൽ ആയിട്ടില്ല സാറേ, കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അപ്പൊ ഒരു 6 മാസം കഴിയുമ്പോൾ ചോദിക്കും, അപ്പൊ പറയും ഇല്ല അത് കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യലുണ്ടാവൂല, ഇവൻ തുടങ്ങലും ഉണ്ടാവൂല. അപ്പൊ ആയതുകൊണ്ട് ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള പോളിസിയാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. എന്റെ ട്രെയിനിങ് കഴിഞ്ഞു, അപ്പോ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ വിചാരിച്ചു ഇനിയും ഉണ്ട്, കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അപ്പൊ അടുത്തൊരു ട്രെയിനിങ്ങിന് ചേർന്നു. അപ്പോ അവിടെ നിന്നും കുറെ സാധനങ്ങൾ കിട്ടി. അപ്പോഴും മനസ്സിലായത് ഇനിയും കുറെ പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ചു പോവാന്നുള്ളത് മാത്രമാവരുത്, ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കുള്ള അറിവ് വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാനും ട്രെയിൻ ചെയ്യാനും ലോകത്ത് ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെ? നമ്മളുടെ അറിവും കഴിവും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യാ, ജസ്റ്റ് സ്റ്റാർട്ട്. എന്താണോ ഉള്ളത് അത് വെച്ച് അങ്ങോട്ട് തുടങ്ങാം. ഒന്നും എന്താണ് ഇനി അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഉള്ളത് വെച്ച് അങ്ങോട്ട് തുടങ്ങാം. ആരായിക്കോട്ടെ, ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനിയും കുറെ വളരാണ്ട് എന്നൊക്കെയുള്ള വിചാരമൊക്കെ മാറ്റി വെച്ച് ഉള്ളത് വെച്ച്, നമ്മളുടെ അറിവില്ലാത്ത എത്രയോ ആളുകളുണ്ട്. കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാലോ, നമ്മൾക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ നമുക്ക് അറിയാലോ, നമ്മളെ കൊളീഗ്സിനോട് നമുക്ക് പറയാലോ. അങ്ങനെ എത്രയോ ആളുകൾ നമ്മളെ മുമ്പിൽ ഇരിക്കുകയാണ്, ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ജസ്റ്റ് സ്റ്റാർട്ട് എന്ന്. ഓക്കെ, അതാണ് ആക്ഷൻ എന്ന് പറഞ്ഞത്. ഈ ആക്ഷൻ എടുക്കുന്നതിലും, ആക്ഷൻ എടുത്തു, അതിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം നമ്മൾ. ക്ലാസ് ഒക്കെ എടുത്തു തുടങ്ങി, പക്ഷെ അതിൽ ഇംപ്രൂവ്മെന്റ് ഇല്ല, ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല, ഗ്രോത്ത് ഇല്ല. ഗ്രോത്ത് എങ്ങനെയാണ് വരിക? സെൽഫ് ഇവാലുവേഷൻ വേണം, അല്ലെ? ഞാൻ എവിടെയൊക്കെയാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉള്ളത്, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി. അപ്പൊ അതാണ് 3 സ്റ്റെപ്പ് പറഞ്ഞത്. ലേൺ, ഏതൊക്കെയാ 3 സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞ, ആരാ പറയാ? ലേൺ, ആക്ഷൻ, ഇംപ്രൂവ്മെന്റ്. അടിപൊളി, സൂപ്പർ. കണ്ട, പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴേക്കും എന്താണ് എന്നെ തുളച്ചു വരികയാണ്. ഓക്കെ, അടിപൊളി, സൂപ്പർ. അപ്പോ ലേൺ, ആക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് കേട്ടോ. ഓക്കെ, 3 കാര്യങ്ങളാണ്. എങ്ങനെയാണ് ലേൺ ചെയ്യുക? ലേണിങ്ങിന് ഏതൊക്കെ വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഏതൊക്കെ വഴികളാണ് ഉള്ളത്? വായിക്കുക, പിന്നെ അതുപോലെ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പറ്റുന്ന നല്ല വീഡിയോസ് കളക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഓരോരുത്തരുടെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അതിനനുബന്ധിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുക. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളി, പിന്നെ സൂപ്പർ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകളും ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പബ്ലിക് സ്പീക്കിംഗ് പോലൊക്കെയാണെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ സൂപ്പർ, സൂപ്പർ, അടിപൊളി. ഓക്കെ, അപ്പോ ലേണിങ്ങിന് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട്. ലോകത്ത് സക്സസ് ആയ എല്ലാവരും പിന്തുടർന്ന ഒരു ശൈലിയും ഒരു ഹോബിയും ഒരു ശീലവും ആണ് റീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ നിങ്ങൾ പരമാവധി വായിക്കുക. കാരണം ഇതൊരു എന്താണ്, ഒരു ശരിക്കും നമ്മളെ തന്നെ നവീകരിക്കുന്നതാണ് ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പൊ നന്നായിട്ട് റീഡ് ചെയ്യുക. റീഡിങ്ങിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ശീലമാക്കുക, നന്നായിട്ട് വായിക്കുക, ബുക്സുകൾ വായിക്കുക, ആർട്ടിക്കിൾസ് വായിക്കുക. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിന്റെ കിൻഡിൽ അൺലിമിറ്റഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ മാക്സ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, അതിനെ ഉപയോഗിക്കാം. പോഡ്കാസ്റ്റുകൾ ഉപയോഗിക്കാം, അല്ലെ? വായിക്കുന്നതിന് പകരം കേൾക്കാനുള്ള സംവിധാനങ്ങൾ, നേരത്തെ പറഞ്ഞ ആർട്ടിക്കിളുകൾ വായിക്കുക. കോഴ്സുകൾ, അല്ലെ? ഉഡമയുണ്ട്, അതേപോലെ തന്നെ കോഴ്സറ, ജെക്സ്, ഹാർവേഡ്, സ്റ്റാൻഫോർഡ്, സ്വയം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്ന സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മേഖല, അതേപോലെ തന്നെ വീഡിയോസ് കാണാം. ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഒരുപാട് പിന്നെ ബേസിലൂടെ നമുക്ക് മാസ്റ്റർ ആകാൻ പറ്റും. അപ്പൊ എവിടെ നിന്നൊക്കെയാണോ അറിവ് കിട്ടുന്നത്, ഒരു കുട്ടിയിൽ നിന്നാണോ അറിവ് കിട്ടുന്നത്, അവിടെ നിന്ന് സമാഹരിക്കുക, അല്ലെ? ചില സമയത്ത് കുട്ടികൾ പറഞ്ഞുതരും, അല്ലെ? എന്താണ് മൊബൈലിന്റെ ചില പിന്നെ ടെക്നിക്കുകളൊക്കെ കുട്ടികളെ പറഞ്ഞുതരാം. ടെക്നോളജിയെ കുറിച്ച് കുട്ടികളെ പറഞ്ഞുതരാം. അപ്പോ ഇതൊക്കെ എന്താണ്, എവിടെ നിന്നാണോ ഒരു അറിവ് കിട്ടുന്നത് അവിടെ നിന്ന് സമാഹരിക്കുക. ചോദിക്കാൻ മടി ഉണ്ടാവരുത്, ആസ്ക്.
അറിയൂലേ? ചോദിച്ചോ. ഞാൻ ചോദിക്കാറുണ്ട് പലരോടും. ഈവൻ നമ്മുടെ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് പോലും ഞാൻ പഠിക്കാറുണ്ട്. എല്ലാ അറിവും നമുക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മിസ് ഔട്ട് ആയി പോകും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് പോലും പഠിക്കാനുണ്ടാകും. അപ്പോൾ ആയതുകൊണ്ട് എവിടെ നിന്നാണോ അറിവ് കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ ചോദിച്ചു മേടിക്കുക. അറിവ് എന്താണ്? ചോദിച്ചു മേടിക്കുക. സംശയങ്ങൾ തീർത്ത് നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസ്റ്റർ ആകാൻ പറ്റും. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് തീരാൻ പറ്റും. അപ്പോൾ നമ്മൾ 1, 2, 3, 4 കാര്യങ്ങൾ, 4 സ്റ്റെപ്പുകൾ നമ്മളിവിടെ പറഞ്ഞു കേട്ടോ. 4ാമത്തത് ഓക്കെ. അപ്പോ നമ്മള് ഫീൽഡ് കണ്ടെത്തി, നിഷ് മാർക്കറ്റ്, മൈക്രോ പൊസിഷനിങ്, അതേപോലെ തന്നെ മാസ്റ്റർ ആകാൻ തുടങ്ങി. മാസ്റ്റർ ആയിട്ടില്ല, മാസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വഴികൾ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങാണ്. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് ആണ്. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരിലേക്ക് നമ്മളെ അറിയിക്കുന്നു, നമ്മളെ എത്തുന്നു എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ഒരു സർവീസ് കൊടുക്കണമേ, ഒരു ട്രെയിനിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആളുകളിലേക്ക് എത്തണമല്ലോ. ആളുകളിലേക്ക് എത്തണ്ടേ? ആളുകളിലേക്ക് എത്തിയാലല്ലേ നമുക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആരൊന്നും എന്താ പറയാത്തെ? അതെ 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 കറക്റ്റ്. ആ കറക്റ്റ്. ഓക്കെ. അപ്പൊ ഞാൻ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചത്. ഓക്കെ. അപ്പോ ഇന്ന് ഇടക്കിടയ്ക്ക് കണക്ഷൻ ഇന്ററപ്റ്റ് ആവുന്നുണ്ട്. അതെ കണക്ഷൻ ഇന്ററപ്റ്റ് ആവുന്നുണ്ട് അതിന്റെ. അതെ, എന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇടക്കിടയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ കുഴപ്പമില്ല, ഇവിടെ നല്ല കറക്റ്റ് ആണ്. കറക്റ്റ് ആണല്ലോ. ഓക്കെ. നിങ്ങള് ഷെഫീഖ് സാർ ദുബായിൽ ഇരുന്നിട്ട് ഹൈ സ്പീഡ് ഇന്റർനെറ്റിൽ ഇരിക്കല്ലേ, അപ്പൊ പിന്നെ അവിടെ ഇവിടെ നിന്ന് കട്ടായി കഴിഞ്ഞാലും അവിടെ കണക്ട് ആയിട്ട് വരുള്ളൂ. അവിടുത്തെ സംവിധാനം അതാണ്. ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ, അവിടെ അതന്നെ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ് ഇവിടെ. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ ഷെഫീഖ് സാർ കേൾക്കുന്നുണ്ട്, അതാണ് അവിടുത്തെ പ്രത്യേകത. 1200 MBPS സ്പീഡാണ് ഇവിടെ. ഓക്കെ. അപ്പൊ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോട്ടൽ വേൾഡ് പിന്നെ പോപ്പുലേഷൻ എത്രയാ? 137 crore. No, 800 crore. 800 crore. ഈ ഷെഫീഖ് സാർ എല്ലാം പഠിച്ചു വെച്ചേക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കണേ ഷെഫീഖ് സാറേ. ഓക്കെ. അപ്പൊ അടുത്തത് ഇന്ത്യൻ പോപ്പുലേഷൻ 140 crore. എത്രയാണ്? 140 crore. 140 crore. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ കേരളം 4 crore. 4 അല്ലേ? ഓക്കെ. 3.5 കോടി. 3.5. ഓക്കെ, 3.5. 4 കോടി എന്നുള്ളത് ഓക്കെ 3.5. അവൻ അത് റൗണ്ട് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോ 3.5 കോടി, അതേപോലെ തന്നെ 140, അതേപോലെ തന്നെ 800. അപ്പൊ ഇത്രയും മനുഷ്യന്മാര് നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, ഇത്രയും ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ളത്. അപ്പൊ ഇതില് എത്ര പേര് ഇപ്പൊ നിലവിൽ നമ്മളെ അറിയും? എത്ര പേര് അറിയും നമ്മളെ? നമ്മൾ 4 പേര് മാത്രം. ഓക്കെ. അപ്പൊ ഇത് ഒരു പോപ്പുലർ ട്രെയിനർ ആകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അറിയുക എന്നുള്ളതാണ്. അപ്പൊ ആളുകൾ അറിയുക എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സമൂഹത്തെ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളെ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഞാനിവിടെ ട്രെയിനിങ് തരുന്ന സമയത്ത് എന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്ത് ചെയ്യുന്നു, നിങ്ങളെ ഡെവലപ്പ് ചെയ്യുക, നിങ്ങളെ എംപവർ ചെയ്യുക, നിങ്ങളെ ലൈഫിൽ ഒരു ടേണിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ എന്നെ കൂടുതൽ ആളുകൾ അറിയുമ്പോൾ എനിക്ക് കൂടുതൽ സർവീസുകൾ കൊടുക്കാൻ പറ്റും. കൂടുതൽ ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ സർവീസുകൾ. ഇപ്പൊ സുഹൈല് ഒരു നല്ല ഒരു ബിസിനസ് കോച്ചാണ് എന്ന് കരുതാം. അപ്പോ സുഹൈല് നല്ല രൂപത്തിൽ ബിസിനസ്സുകൾ അപ്ഗ്രേഡ് ചെയ്തു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ സുഹൈലിനെ കൂടുതൽ ആളുകൾ അറിയുമ്പോൾ സമൂഹത്തിലെ കൂടുതൽ ബിസിനസ്സുകൾ വളരുന്നു, അല്ലെ? ശരിയല്ലേ? അപ്പൊ സുഹൈലിനെ കൂടുതൽ ആളുകൾ അറിയുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്.
ആ രൂപത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ നല്ല സർവീസുകൾ കൊടുക്കുന്നു, ആ സർവീസിന്റെ റിസൾട്ട് ആണ് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുക. ഞാൻ നിങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കുന്നു, ആ സർവീസിന്റെ റിസൾട്ട് ആണ് എനിക്ക് കിട്ടുന്ന വരുമാനം. ഞാൻ വരുമാനത്തിന് വേണ്ടിയല്ല സർവീസ് തരുന്നത്, ഞാൻ തരുന്ന സർവീസിലാണ് ഞാൻ ഫോക്കസ്. അതിന്റെ റിസൾട്ട് ആണ് എന്ത്? രണ്ടും രണ്ടാണ് കേട്ടോ. വരുമാനത്തിന് വേണ്ടി ഞാൻ സർവീസ് കൊടുക്കുന്നതും സർവീസിലൂടെ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോ അത് ബിസിനസ് തുടങ്ങുന്ന ഏത് ആളും നമുക്കറിയാം, നമ്മൾ ബിസിനസ് എപ്പോഴും നമ്മൾ തുടങ്ങുന്നത് സർവീസ് ആണ്. സർവീസ് ആയിരിക്കും നമ്മുടെ ക്വാളിറ്റി, ആയിരിക്കും നമ്മുടെ മെയിൻ ലക്ഷ്യം. അതിന്റെ റിസൾട്ട് തന്നെയാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോ ടോട്ടൽ പോപ്പുലേഷൻ, നമ്മൾ പറയുന്ന ടോട്ടൽ പോപ്പുലേഷനിൽ കുറച്ചെങ്കിലും ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അറിയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ അത് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് കൂടിയാണ് കേട്ടോ. പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, കൂടുതൽ ആളുകളെ നമ്മൾ അറിയുക എന്നുള്ളത്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ വിസിബിലിറ്റി ഉണ്ടാക്കേണ്ടി വരും. വിസിബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ടാക്കുക, കൂടുതൽ ആളുകളെ നമ്മൾ പരിചയപ്പെടുക, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെ നമ്മൾ യൂസ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ട് അത് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവറപ്പ് ചെയ്യും. അപ്പൊ ഇത്തരം സംവിധാനങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ അവയർനെസ് ആർക്ക് കൊടുക്കണം? സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത്. ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈൻഡ് യുവർ ഫീൽഡ്, നിഷ് മാർക്കറ്റ്, മൈക്രോ പൊസിഷനിങ്, PA മാസ്റ്റർ, അവയർനെസ്, ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത്രയും പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും പോയിന്റുകൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടോ? സാറേ, അവയർനെസ്സില് നമ്മള് പോപ്പുലേഷൻ പ്ലസ് പിന്നെ എന്തായാലും കൂടെ പോയിന്റ് ഉണ്ടായിരുന്നു. പോപ്പുലേഷൻ പിന്നെ അതിന്റെ കൂടെ ഒന്നുകൂടെ ഇല്ലായിരുന്നോ ഒരു ഹെഡിങ്, സബ് ഹെഡിങ്? പോപ്പുലേഷന്റെ അതായത് ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്, ഹൗ ടു റീച്ച് ദം എന്നുള്ളതാണ്. അതായത് അത്രയും ആളുകളിലേക്ക്, മാക്സിമം ആളുകളിലേക്ക് നമ്മൾ എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എങ്ങനെയാണ് മാക്സിമം ആളുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളത്. മാക്സിമം ആളുകളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇന്റൻഷൻ. ഈ മൈക്രോ പൊസിഷനിങ് മൈക്രോ പൊസിഷനിങ് അതും ഈ ആളുകളിലേക്ക് എത്തുക എന്നതും അതുപോലെ ഈ അവയർനെസ്സും രണ്ടും സെയിം തന്നെയാണല്ലേ? ആളുകളിലേക്ക് എത്തുക അല്ല, രണ്ടും ഒന്നല്ല. മൈക്രോ പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മേഖലയെ കുറച്ചും കൂടി, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ENT എന്ന് പറഞ്ഞില്ലേ, അതൊരു മൈക്രോ പൊസിഷനിങ് ആണ്. മനസ്സിലായില്ലേ? ഏത് തരം ആളുകളെ തെരഞ്ഞെടുക്കണം? ഏത് ആളുകൾ, അതാണ് നമ്മൾ എന്താണ്. ഇപ്പൊ ഒരു ഡോക്ടർ പിന്നെ എങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾ സാധാരണ ആലോചിച്ച് നോക്കിയാൽ ഈ ഫിസിഷ്യൻ ഉണ്ടല്ലോ, ഫിസിഷ്യൻ ആണ് ജനറൽ ഡോക്ടർ. ഈ ജനറൽ ഡോക്ടർക്കായിരിക്കോ തിരക്ക്, അതല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്കായിരിക്കും? സ്പെഷ്യലിസ്റ്റ് അല്ലെ, സ്പെഷ്യലിസ്റ്റിനായിരിക്കും തിരക്ക് കൂടുതൽ. അപ്പൊ നമ്മൾ വിചാരിക്കും സ്പെഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആള് കുറയുമെന്ന് വിചാരിക്കും, അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യും. പക്ഷെ സ്പെഷ്യലിസ്റ്റിനാണ്, ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ, ഫിസിഷ്യനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 100 200 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിസിഷ്യനെ കാണാം. ന്യൂറോളജിസ്റ്റിനെ കാണണമെങ്കിൽ ചിലപ്പോൾ 1000 രൂപ എണ്ണി കൊടുക്കേണ്ടി വരും. മാത്രമല്ല അവിടെ തിരക്കുണ്ടാവും. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം, ആസ്റ്ററിലൊക്കെ പോയി നോക്കുക, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കാണാൻ പറ്റുള്ളൂ. അപ്പോ ഇതാണ് മൈക്രോ പൊസിഷനിങ് എന്ന് പറയുന്നത്. സിമ്പിൾ. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാല്യൂ എന്നുള്ളതാണ് അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത്. വാല്യൂ കൊടുക്കുക, എങ്ങനെ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും? അപ്പൊ വാല്യൂ കൊടുക്കാന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇതൊരു പിന്നെ കറക്റ്റ് പ്രോസസ് ആണ് കേട്ടോ. നമ്മൾ അവയർനെസ് കൊടുത്തു, അപ്പൊ എന്താണ്, കുറെ ആളുകൾ നമ്മൾ അറിഞ്ഞു,
അപ്പോൾ അങ്ങനെ അറിയുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ആളുകളിലേക്ക് നമുക്ക് നല്ല വാല്യൂ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സുഹേലിനെ ഒരു 1,00,000 ആളുകൾ സുഹേലിനെ അറിയാം. അതല്ലെങ്കിൽ നമ്മളെ ഇംതിയാസ് സാറിനെ 1,00,000 ആളുകൾക്ക് അറിയാം. പക്ഷേ ഇംതിയാസ് സാറിനെ അറിഞ്ഞത് കൊണ്ട് മാത്രം പോരാ. ഇംതിയാസ് സാർ ഒരു സൂപ്പർ ആളാണ്, ഇയാളുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സാധനം കിട്ടും എന്നുകൂടി അറിയണം. വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ല. ഇംതിയാസ് സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പക്ഷെ ഇംതിയാസ് സാറ് ഉണ്ട് എന്നറിയാം, ഒരു ട്രെയിനർ ആണെന്ന് അറിയാം, പക്ഷെ ഇയാളുടെ കയ്യിൽ വാല്യൂ ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റണം, മനുഷ്യന്മാർക്ക് അറിയാൻ പറ്റണം. ഇതുകൂടി നമ്മൾ അറിയിച്ചു കൊടുക്കണം. അപ്പൊ ഇതിനെയാണ് വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത്. വാല്യൂ കൊടുക്കുക എന്ന് പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് എന്നെ കുറിച്ച് അറിഞ്ഞു, ഫൈസൽ സി എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട് എങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു ഉദാഹരണം, ഇവിടെ ഒരു ഉദാഹരണം തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഷെഫീഖ് സാറ് നമ്മൾ പറഞ്ഞു, ഷെഫീഖ് സാർ ഓൾറെഡി നമ്മളെ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമാണ്. ഷെഫീഖ് സാറിന് ഒരു ട്രെയിനർ ആകണം ആഗ്രഹമുണ്ട്. അപ്പൊ അദ്ദേഹം യൂട്യൂബിൽ എന്ത് ചെയ്തു, ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് അടിച്ചു. അപ്പൊ കുറെ വീഡിയോസ് വന്നതിന്റെ ഇടയിൽ എൻ്റെ വീഡിയോ വന്നു. ആ വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഞാനൊരു വാല്യൂ കൊടുത്തു. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ പറയാണ്, ഞാനൊരു ട്രെയിനറാണ്, അതേപോലെ തന്നെ ഞാനൊരു കോഴ്സ് നടത്തുന്നു, ഞാൻ ഇങ്ങനെ കുറെ മൊഡ്യൂൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ എന്താ ചെയ്തത്, ഞാനൊരു 3-4 ഒരു വെബിനാറുകൾ നടത്തി ഫ്രീ ആയിട്ട് ആളുകൾക്ക് കൊടുത്തു, പഠിക്കട്ടെ. അപ്പൊ എന്താണ്, ഷെഫീഖ് സാറിന് അത് അനുഭവിക്കാൻ പറ്റി. എന്താണ്, ഇയാള് നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് ഇയാളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഒരു ആഡ് കാണുന്നതും ഞാനൊരു വാല്യൂ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലേ? വ്യത്യാസമുണ്ട് അല്ലെ? നമ്മൾ സാധാരണ ചില ആളുകളോട് സംസാരിക്കാറുണ്ട്. സംസാരിച്ചിട്ട് ചില ആളുകളോട് മാത്രം നമ്മൾ കോണ്ടാക്ട് നമ്പർ മേടിക്കും, ചിലരോട് മേടിക്കൂല. ചില ആളുകളോട് മാത്രം നമ്മൾ കോണ്ടാക്ട് നമ്പർ മേടിക്കും. എന്താ കാരണം എന്നറിയോ? ഇവരോട് സംസാരിച്ചപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും, ഇവരാള് പൊലിയാണല്ലോ, ഈ ആളെ ഒന്നുകൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഇയാൾ നമ്പർ എന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇയാളെ വിളിച്ചാൽ മതി. ഇതായിരിക്കും നമ്മളുടെ പ്രധാനപ്പെട്ട ഇന്റൻഷൻ. അതുകൊണ്ടായിരിക്കും നമ്മളൊരു നമ്പർ മേടിക്കുക. ആ ഒരാളോട് ഒരു 5 മിനിറ്റ് ആയിരിക്കും നമ്മൾ സംസാരിക്കുക, ഒരു 10 മിനിറ്റ് ആയിരിക്കും. ഇവിടെ ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരാൾക്ക് ഉപകാരപ്പെട്ട ഒരു വാല്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളോട് ഒരു മതിപ്പുണ്ടാവും. വീണ്ടും വീണ്ടും ഇയാൾക്ക് നമ്മളെ ബന്ധപ്പെടാൻ തോന്നും. അപ്പൊ ഇതേ രൂപത്തിൽ നമുക്കുള്ള അറിവിനെ കൊടുക്കാതിരിക്കരുത്. ഉള്ള അറിവിനെ, ഇപ്പൊ നിങ്ങൾക്കൊരു അറിവുണ്ട് എന്ന് പറയാം. ഇപ്പൊ ജാസ്മിന് ഒരു അറിവുണ്ട്. അപ്പൊ ആ ജാസ്മിൻ വിചാരിക്കുന്ന എന്താണ്, ഇത് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്തേക്ക് പിന്നെ ആള് വരുമോ? തോന്നാറുണ്ടോ അങ്ങനെ? അതായത് ജാസ്മിന് ഒരു ട്രെയിനർ ആണെന്ന് കരുതാം. ജാസ്മിൻ ഒരു പാരന്റിങ് ട്രെയിനർ ആണ്. അപ്പോ ജാസ്മിന്റെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്. അപ്പോ ജാസ്മിൻ ഒരു കോഴ്സ് നടത്താണ്. അപ്പൊ ജാസ്മിന് അതിനൊരു ഫീ ഒക്കെ ഉണ്ട് എന്ന് കരുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ, ജാസ്മിന്റെ കയ്യിലുള്ള ഒരു സാധനമാണ്, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമുക്കൊരു മടിയായിരിക്കും. കാരണം ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കോഴ്സ് നടത്തുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ ചിന്ത, അല്ലേ? എന്നാൽ ജാസ്മിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജാസ്മിൻ ഇതില് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞാലല്ലേ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരു പ്രശ്നമല്ലേ? ആണോ അല്ലേ? അത് ഞാൻ പറയുന്നതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഇതാണ് വാല്യൂ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഒരു 100% നോളജ് ഉണ്ട്. ഇപ്പൊ ഒരു 100% നോളജ് ഉണ്ടെങ്കിൽ 30% ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. ഉള്ളതിന്റെ ഒരു 30% ഞാൻ എന്ത് ചെയ്യുന്നു, കുറെ വാട്സപ്പ് ക്ലാസ് ചെയ്യുന്നു, കുറെ വെബിനാറുകൾ എടുക്കുന്നു, കുറെ ഫിസിക്കൽ ക്ലാസ് എടുക്കുന്നു, കുറെ കമ്മ്യൂണിക്കേറ്റീവ് കൊടുക്കുന്നു, കുറെ സോഷ്യൽ മീഡിയയിൽ റീൽ ആയിട്ട് ഇടുന്നു, കുറെ 5 മിനിറ്റ് വീഡിയോസ് ആയിട്ട് ഇടുന്നു, കുറെ 1 അവർ വെബിനാർ ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ ഒരു 30-40% ഞാൻ എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് കൊടുത്തു.
നേരത്തെ അവെയർ ആയിട്ടുള്ള അവയർനെസ്സിലുള്ള 1,00,000 ആളുകളിൽ കുറെ ആളുകൾ ഇത് കാണുന്നു. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത്, നമ്മൾ നോളജ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവും ഇയാൾക്ക് കുറച്ച് നോളജ് ഉണ്ട്, ഇയാൾ കുഴപ്പമില്ല, ഇയാളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മൾ സാമ്പിൾ കൊടുക്കുന്നുണ്ട്. സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുന്ന സമയത്ത് അല്ലെ, ഒരു സാമ്പിൾ അല്ലെ, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പെർഫ്യൂംസിന്റെ സാമ്പിൾ, സാർ ഒന്ന് അടിച്ചു നോക്കൂ, ആ ബിസ്ക്കറ്റ്, വെള്ളം തുടങ്ങിയിട്ട് സാമ്പിൾ ആണ് ഫുള്ള്. അപ്പൊ നമ്മൾ ഈ സാമ്പിൾ ആണ് ഈ വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വാല്യൂ നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള നോളജ് ഇല്ലേ, ഈ നോളജ് ഞാൻ നേരത്തെ പറഞ്ഞ ലേണിങ്ങിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലെത്തുമ്പോൾ ഇപ്പൊ നിങ്ങൾ പഠിച്ച സാധനം കംപ്ലീറ്റ്ലി പഴകിയതായിട്ടുണ്ടാവും. നമ്മൾ തന്നെ വിചാരിക്കും അന്ന് നമ്മൾ വിചാരിച്ച നോളജൊക്കെ ഒട്ടും നല്ലതല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒന്നാമത്തെ സെഷനിൽ ഞാൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ട്രെയിനിങ് ഇവിടെ 14ാമത്തെ ബാച്ചിൽ ഞാൻ എടുക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഒന്നാമത്തെ ട്രെയിനിങ്ങിൽ എടുത്തതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്തു. നേരത്തെ പറഞ്ഞ ലേണിംഗ് തന്നെയാണ്. അന്ന് എടുത്ത അതേ PPT വെച്ചിട്ടല്ല ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിന്റെ ഇടയിൽ ഒരുപാട് ഞാൻ ലേണിംഗ് നടത്തി. എങ്ങനെ ഈസി ടെക്നിക്കുകൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ നിങ്ങളെ കുറച്ചുകൂടി എൻഗേജ് ചെയ്യിപ്പിക്കും, ഇതൊക്കെ ഞാൻ നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് മാസ്റ്റർ ആവണമല്ലോ, 10,000 മണിക്കൂർ എത്തണം, മാസ്റ്റർ ആകണം. അപ്പൊ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്റെ കംപ്ലീറ്റ് PPTകൾ മാറി. അന്ന് ഞാൻ ഒന്നാമത്തെ ബാച്ചിൽ എടുത്തത് ഫുള്ള് ഫ്രീ കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. 1, 2, 3 ബാച്ചിലുള്ള ഫ്രീ കൊടുക്കാം. എന്താണ്, അന്നത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഇപ്പൊ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ, ലേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും എന്ത്, നേരത്തെ ഉണ്ടായിരുന്നത് എല്ലാം പഴയതായിരുന്നു, പുതിയ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതേപോലത്തിലായി. അപ്പൊ എന്നും എക്കാലത്തും ഒരേ സാധനം തന്നെയാണെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ ഷാമിനി മാം? 5 കൊല്ലം മുമ്പ് നമ്മൾ പറയുന്നതും ഇപ്പോഴും പറയുന്നതും ഒരേ സാധനം തന്നെയാണെങ്കിൽ നമ്മൾ ഡെഡായി എന്നുള്ളതാണ് നമ്മുടെ അർത്ഥം. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ പറഞ്ഞത്? വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത്. വാല്യൂ കൊടുക്കുക, പോപ്പുലർ ആകേണ്ട സ്റ്റെപ്പുകളിൽ പെട്ട നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത് വാല്യൂ കൊടുക്കുക. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ വാല്യൂ കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷനിലൂടെ വാല്യൂ കൊടുക്കാം, നോളജ് ഷെയറിങ്ങിലൂടെ നമുക്ക് വാല്യൂ കൊടുക്കാം, കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മറ്റു വഴികളിലൂടെ കോണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ കോണ്ടന്റുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒബ്വിയസ്ലി വരിക? നെക്സ്റ്റ് എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ആസ്ക് ആണ്. ആസ്ക് എന്ന് പറയും. എന്താണ് ആസ്ക്? ചോദിക്കുക. എൻക്വയറീസ് വരും. നിങ്ങൾ വാല്യൂ കൊടുത്താലേ നിങ്ങൾക്ക് എൻക്വയറി വരൂ. നിങ്ങൾ നിങ്ങളുടെ നോളജിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എൻക്വയറി വരും. അപ്പൊ നിങ്ങൾ അന്വേഷിച്ച ആളുകൾ വരും. എന്താ ചോദിക്കുക? സാറിന്റെ പേരെന്താണ്? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? നിങ്ങൾ എന്താ ചെയ്യുന്നേ? എത്ര വർഷമായി ഫീൽഡില്? എന്ത് കോഴ്സാ കൊടുക്കുന്നേ? എത്ര ദിവസമാ? ഞാൻ ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കും. ഇതാണ് ആസ്ക് എന്ന് പറയുന്നത്. എൻക്വയറീസ് വരും. അപ്പോ ഈ എൻക്വയറീസിനെ നമ്മൾ എന്ത് ചെയ്യുക? മനോഹരമായിട്ട് ഡീൽ ചെയ്യുക. എന്ത്? നല്ല കാമാവുക, കൂളാവുക, നല്ല പെരുമാറ്റം ഉണ്ടാവുക അല്ലെ? ഇതൊക്കെ എന്താണ്? ഇങ്ങനെ എൻക്വയറീസ് വരുന്ന സമയത്ത് നമ്മൾ അതിനോട് മനോഹരമായിട്ട് പ്രതികരിക്കുക. ഇതാണ് ആസ്ക്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ട്. ആസ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ട്. അപ്പോ നമ്മളോട് ആസ്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒബിയസ്ലി കുറെ ആളുകൾ ആക്ട് ചെയ്യും. ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജോയിൻ ആകും. നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ട്രെയിനിങ്ങുകൾ കിട്ടും. നമ്മളെ ചിലപ്പോൾ ചില ഓർഗനൈസേഷനിലേക്ക് വിളിക്കും, നമ്മളെ ചിലപ്പോൾ സ്കൂളുകളിലേക്ക് വിളിക്കും, നമ്മളെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള
ആക്റ്റിലേക്ക് വരും. ആസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആക്ട് ആണ്. അപ്പൊ ആക്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങൾ എല്ലാവരും ആസ്ക് ചെയ്തു, ആക്റ്റിലേക്ക് എത്തി അല്ലെ? ഇനി ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു വന്നതിനേക്കാൾ ഒരു 10% കൂടുതൽ കൊടുക്കാൻ എനിക്ക് പറ്റണം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഉദ്ദേശിച്ചു വന്നതല്ല, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു വന്നതിനേക്കാൾ ഒരു 10% ഞാൻ കൂടുതൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നിങ്ങൾ സാറ്റിസ്ഫൈ ആകും. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു കാര്യം നടക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പാണ് അഡ്വക്കേറ്റ്. ആക്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സാറ്റിസ്ഫൈ ആയി, നിങ്ങൾക്ക് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ കിട്ടി, 10%, 20% ഒക്കെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോഴ്സിനെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുമോ ഇല്ലയോ? റെഫർ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടാകില്ല റെഫർ ചെയ്യുക. ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നില്ല നിങ്ങൾ റെഫർ ചെയ്യണമെന്ന്. മറിച്ച് എന്താണ്, നിങ്ങൾ സാറ്റിസ്ഫൈ ആയി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഉദ്ദേശിച്ചതിന് കൂടുതൽ കിട്ടി, നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ പറയാതെ എനിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ആർക്കും ഞാൻ പൈസ തന്നിട്ടില്ല. എന്ത്, നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങൾ പോയി പറയണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്താണ്, നിങ്ങൾ എൻ്റെ ഈ ഒരു വാല്യൂ അതല്ലെങ്കിൽ എൻ്റെ ആക്ട് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രെയിനറായി തീരും. അപ്പോൾ നമ്മൾ ഈ പോപ്പുലർ ട്രെയിനിങ്ങിൽ നമ്മൾ 9 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. 9 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു. ഈ 9 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് എന്താണ് ഫൈൻഡ് യുവർ ഫീൽഡ്, നിഷ് മാർക്കറ്റ്, മൈക്രോ പൊസിഷനിങ്, BA മാസ്റ്റർ, അവയർനെസ്, വാല്യൂ, ആസ്ക്, ആക്ട്, അഡ്വക്കേറ്റ്. ആഹാ, അപ്പൊ ഇത് കറക്റ്റ് ഒരു പ്രോസസ് ആണ്. ഇതിൽ എവിടെയെങ്കിലും വാല്യൂ കൊടുത്തു, യൂട്യൂബിൽ വാല്യൂ കൊടുത്തു, എന്നിട്ട് കോഴ്സിലേക്ക് വന്നു, പക്ഷെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ അവിടുത്തെ അടുത്തതുള്ള ആക്റ്റും അഡ്വക്കേറ്റും നഷ്ടപ്പെട്ടു അല്ലേ? അപ്പോ എന്ത് ചെയ്യാൻ പറ്റണം? എല്ലാം അവസാനം വരെ നമുക്ക് നമ്മളൊരു ഓർഗനൈസേഷനിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചു, ഒരു സെയിൽസ് ടീമിന് ക്ലാസ് എടുക്കാൻ വിളിച്ചു. നല്ല ആഡും വാല്യൂ ഒക്കെ കൊടുത്തത്, പക്ഷെ അവിടെ കമ്പനിയിൽ പോയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് നല്ല ക്ലാസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അവർ പിന്നെ വിളിക്കുവോ നമ്മളെ? അവര് നമ്മളെ വിളിക്കുകയില്ല. വേറെ ആരെങ്കിലും അവര് വിളിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ടീമിൽ വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ പറയും ദയവ് ചെയ്ത് അവരെ വിളിക്കണ്ട കേട്ടോ എന്ന് പറയും അല്ലേ? ഉള്ളതിന് തട സംഭവിക്കും. അപ്പോ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉള്ള കാര്യങ്ങൾ ചോദിക്കാം. ജനറൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ, നമ്മള് ഷഫീഖ് സാർ ചോദിച്ചോ. അല്ല, ചോദിച്ചു. ഈ ആക്ടും അഡ്വക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മള് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? ആക്ടിൽ എന്ത് ചെയ്യാൻ, സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണോ, അതല്ല ആളുകളെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണോ? ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ചെയ്ത എൻക്വയറീസ് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വാല്യൂ കൊടുക്കുമ്പോഴാണ് എൻക്വയറീസ് വരിക. എൻക്വയറീസ് വരുമ്പോഴാണ് നമ്മൾ അതെന്ത് ചെയ്യാം, നമ്മൾ ക്ലാസ് എടുക്കാൻ പോവലാവാം, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യലാകാം, നമ്മളുടെ പ്രൊഡക്റ്റിനെ മേടിക്കലാകാം. അങ്ങനെ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന അവർ സാറ്റിസ്ഫൈ ആണോ അല്ലേ എന്നുള്ള ഒരു മേഖലയാണ് ആക്റ്റിൽ ഉണ്ടാവുക.
അപ്പൊ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നിങ്ങൾ അഡ്വക്കേറ്റ് ആവൂ, എന്റെ അഡ്വക്കേറ്റ് ആവൂ. ഇംതിയാസ് സാറിന്റെ ഒരു ട്രെയിനിങ്ങിൽ ഒരാൾ അറ്റൻഡ് ചെയ്തു, അവര് സാറ്റിസ്ഫൈ ആവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കുറച്ചുകൂടി അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരു 20% കൂടുതൽ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും? ആ സ്റ്റുഡന്റ് പോയിട്ട് വേറെ സ്റ്റുഡൻസിനോട് പറയും, ഇന്ന ഒരാളുണ്ട്, അയാളുടെ കോഴ്സിൽ ജോയിൻ ചെയ്തോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്കൂളിൽ പോയി, സ്കൂളിൽ ക്ലാസ് കൊടുത്തു, അപ്പൊ അവര് മാനേജ്മെന്റ് നല്ല സാറ്റിസ്ഫൈഡ്, ഹാപ്പി ആയി. അപ്പൊ എന്ത് ചെയ്യും? ആ മാനേജ്മെന്റ് അതല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ അവരുടെ ഹെഡ് മാഷ് എന്ത് ചെയ്യും? അവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങളെ റെഫർ ചെയ്യും. അപ്പൊ അതാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. നമ്മളെ റെഫർ ചെയ്യുക, നമ്മൾക്ക് വേണ്ടി മറ്റുള്ളവര് നമ്മളെ ചെലവിലില്ലാതെ, നമ്മളറിയാതെ, നമ്മൾ പറയാതെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? മാർക്കറ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ തന്നെ എത്രയോ പേരുകൾ വന്നു. ഇവിടെ നേരത്തെ നമ്മൾ ഓരോരുത്തരുടെ പേര് ചോദിച്ച സമയത്ത് ഇവിടെ അനിൽ ബാലചന്ദ്രൻ എന്ന പേര് പറഞ്ഞു. അങ്ങനെ പല പേരുകൾ വന്നു. അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ആണ്. അവരാരെങ്കിലും പറഞ്ഞോ നമ്മളോട് അവരുടെ പേര് പറയാൻ? ഇല്ലല്ലോ. അവര് പണിയെടുത്തിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണ് അവരുടെ പേരുകൾ. അതൊരു മാർക്കറ്റിംഗ് അല്ലേ? ചിലപ്പോ ഇവിടെ ആ പേരുകൾ അറിയാത്ത ആളുകൾ പോലും ഉണ്ടാവും. ഈ ക്ലാസ്സിലൂടെ അവരുടെ പേര് അറിഞ്ഞു. അവരെന്തെങ്കിലും ചെയ്തോ? നമ്മളോട് പറഞ്ഞോ? വിളിച്ചു പറഞ്ഞോ ഇന്നത്തെ ക്ലാസ്സിൽ പേര് പറയണമെന്ന്? ആരും പറഞ്ഞിട്ടില്ല. അവര് പറയാതെ അവർക്ക് വേണ്ടി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എത്തും. ക്ലിയർ അല്ലേ ഇംതിയാസ് സാർ? സുഹേൽ സാറേ എന്താണ്? ക്ലിയർ. അതിലാ സ്റ്റാർട്ട് പോസ്റ്റ് ചെയ്തിരുന്നില്ല, അത് പോസ്റ്റ് ചെയ്യും ഗ്രൂപ്പിലാണ്. ഓക്കെ. അപ്പൊ 5 പോയിന്റുകളാണോ? സ്റ്റെപ്സ്. അല്ല പിന്നെ 9 പോയിന്റുകൾ അല്ലേ? അതെ അതെ, അതിന്റെ എക്സ്പെൻഷൻ പറയണ്ടല്ലോ റൈറ്റ് സൈഡിൽ, അതിന്റെ പോയിന്റ്സ് എല്ലാം കൂടിയിട്ട് പിന്നെ അതെല്ലാം കൂടി ഒറ്റ സ്ക്രീൻഷോട്ടിൽ വരില്ല. ഓക്കെ, നമ്മുടെ റെക്കോർഡ് ഉണ്ടാവും, റെക്കോർഡിലൂടെ അത് തന്നാ മതിയോ? റെക്കോർഡിൽ കിട്ടുമോ അത്? ഞാൻ എക്സ്പെൻഷൻസ് ഒക്കെ ഓക്കെ. ഇതിലൊരു പോയിന്റ് പറഞ്ഞല്ലോ, മെത്തേഡുകൾ. അതായത് ലേൺ ചെയ്യുക, ആക്ഷൻ, ഇംപ്രൂവ്മെന്റ്, ഫസ്റ്റ് പറഞ്ഞ ഭാഗം, മാസ്റ്റർ ആവും. അപ്പൊ അതില് ലേണിങ് നമ്മളിങ്ങനെ വായന, മറ്റുള്ളവരെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്, റീൽസ്, അതൊക്കെ എടുക്കാൻ കഴിയും. ഇപ്പൊ ആക്ഷനിലേക്ക് വരുമ്പോ നമ്മൾ എങ്ങനെയാണ് അത് ആക്ഷനിലേക്ക് കൊണ്ടുവരിക ആ സംഭവം? ആക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളെ മെത്തേഡുകൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വേസ് ആക്ഷൻ നമ്മൾക്ക് പലതരത്തിൽ നമുക്ക് ആക്ഷനിലേക്ക് വരാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തുടങ്ങാം. അതായത് നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്കത് കൊണ്ടുവരാം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ആ ഒരു പഠിച്ച കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരും, അതിന്റെ ക്വാളിറ്റി കൊണ്ടുവരും. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മള് ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പഠിച്ച് പിന്നെ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കരുത്. അതാണ് ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ ചെറിയ ചെറിയ ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പൊ ഷഫീഖ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പഠിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ക്ലാസ്സിനൊക്കെ പോകുന്നതാണല്ലോ, അപ്പൊ അവിടെ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ. എന്നാൽ ഇത്രയും അറിവില്ലാത്ത കുറെ ആൾക്കാരില്ലേ? ഉണ്ട്. ഇങ്ങനെയുള്ള അപ്പൊ അവരെ നമുക്കൊരു ഉദാഹരണത്തിന് അവരെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് കാണാം. അപ്പൊ അവർക്ക് ഈ ട്രിക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ, ഇതുവരെ ഉണ്ടായിരുന്ന ട്രിക്കുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഷഫീഖ് സാർ വേണമെങ്കിൽ ഒരു ക്ലാസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾ അതിലേക്ക് വരിക, അതല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ പറഞ്ഞു കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു സൂം കണ്ടക്ട് ചെയ്തിട്ട് അതിൽ പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ എന്താണ്? ആക്ഷന്റെ ഭാഗമാണ്. അതിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം. അതെ, ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ എന്നും അതേ ക്ലാസ് തന്നെ, അങ്ങനെ ആവരുത്. എന്നും പറയുന്ന ഒന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നോ? നമുക്ക് പഠിപ്പിച്ചു കൊടുത്തോളാണ് പറഞ്ഞത്. ഓക്കെ.
ഇവിടെ ഒരു പിന്നെ ഒരു കസ്റ്റമറെ കിട്ടി. ഇതേ അവര് ജാസ്മിന് പഠിപ്പിച്ചു കൊടുക്കാനാണ്. പിന്നെ ഒരു ഭാഗം പറഞ്ഞതേ, ഇപ്പൊ സെൽഫ് ഹെൽപ്പ് ബുക്ക് അതുപോലുള്ള ഭാഗം പറഞ്ഞപ്പോ കുറച്ച് ഇത് പറഞ്ഞു, ആമസോൺ അങ്ങനെ എന്തോ വായിക്കാനുള്ള കുറച്ച് സോഴ്സ്, അതൊന്നും കുറച്ച് ഓക്കെ 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 ആ ഭാഗങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോയാൽ. ഓക്കെ 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 ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് പിന്നെ വെയ്സില്, ലേണിങ്ങില്, റീഡില്, റിസോഴ്സസ് അല്ലേ? ഇത് കിൻഡിൽ അൺലിമിറ്റഡ്. ഓക്കെ, കിൻഡിൽ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉദാഹരണത്തിന് ആമസോണിന്റെ കിൻഡിൽ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് വായിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് അതിൽ വായിക്കാം. അപ്പൊ അതിന് നമുക്കൊരു മാസമല്ല, ഒരു വർഷത്തേക്ക് 1500 രൂപ എങ്ങാണ്ടാണ് വരുന്നത്. പക്ഷെ അതിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷ് മലയാളം ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ വായിക്കാൻ പറ്റും. അപ്പോ അത് ഒരു മെത്തേഡാണ്. പിന്നെ അതേപോലെ തന്നെ മാക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. മാക്സ്റ്റർ എന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് പിന്നെ കുറെ പുസ്തകങ്ങൾ, മാഗസിനുകൾ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് 5000 10,000 മലയാളം ഇംഗ്ലീഷ് ഒക്കെ മാഗസിനുകൾ അവൈലബിൾ ആണ്. അതിന് ഒരു വർഷത്തേക്ക് 3000 രൂപയോ മറ്റോ ആണ്. അത് നമുക്കൊരു 5 പേർക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. 5 പേർക്ക് ആകുമ്പോൾ 3000 ഡിവൈഡഡ് ബൈ 5 വരും. ഓക്കെ, ഞാനത് നിങ്ങൾ ചോദിച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ അതൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് ഞാൻ വായിക്കുന്നതാണ്. അതായത് ഏകദേശം ഒരു 5 വർഷത്തോളം ആയിട്ടുണ്ടാവും ഈ ഒരു കിൻഡിൽ അൺലിമിറ്റഡും മാക്സ്റ്ററും ഒക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ആവട്ടെ, അതേപോലെ തന്നെ മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും മാഗസീൻസും ഒക്കെ റെഫർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ അതിൽ പറഞ്ഞ കോഴ്സുകൾ നമുക്ക് പിന്നെ ഈ പല സൈറ്റുകളുണ്ട്. ഈ സൈറ്റുകളിൽ നിന്ന് ഫ്രീ ആയിട്ടും പർച്ചേസ് ചെയ്തും കോഴ്സുകൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഈ യുഡമി കണ്ടോ, യുഡമി, അതേപോലെ തന്നെ കോഴ്സറ, എജെക്സ്, ഹാർവേഡ്, സ്റ്റാൻഫോർഡ്, സ്വയം, അങ്ങനെ കുറെ സൈറ്റുകൾ അവൈലബിൾ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടും എല്ലാതെയും ഒക്കെ കുറെ കോഴ്സുകൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത്തരം സൈറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഗൂഗിളിന്റെ തന്നെ പല പിന്നെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ടെക്നിക്കലി ആണ്. അത്തരം സംവിധാനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഒരു കാര്യം ചോദിച്ചു, നമ്മൾ ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ റിസർച്ച് സമയത്ത് ചിലപ്പോൾ നമുക്കത് പിന്നെ അതിന്റെ ടേംസ് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. ഇനി നമ്മളൊരു ഫീൽഡിൽ നമ്മളൊരു ഇന്നോവേഷൻ നടത്തുന്ന പോലെ ഈ റിസർച്ച്. അപ്പോ അങ്ങനത്തെ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മളെ ഒരു എന്താ പറയാ, ഒരു ദഹിക്കൊന്നും ഉണ്ടാവില്ല. ഐ മീൻ, അപ്പൊ ആ കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവണം. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ കാര്യം. ഒരു മാറ്റർ നമ്മൾ സബ്ജക്ട് ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് ചിലപ്പോൾ ടഫായിട്ടായിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ഉണ്ടോ? ഈസി ആയിട്ട് ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു ഫീൽഡിലേക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ചില വിഷയങ്ങൾ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവൂല. ഇപ്പൊ ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യാത്ത ഒരാൾ സെയിൽസ് ട്രെയിനിങ് കൊടുക്കാൻ പോവാണെങ്കിൽ ഈ ബിസിനസ് MBA അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ബിസിനസ് ട്രെയിനിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ കുറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. സൈക്കോളജിയോ കൗൺസിലിങ്ങോ പഠിക്കാത്ത ഒരാൾ പേരന്റിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ എന്താണ്, അവിടെ ഒരു കോണ്ടന്റിൽ നമുക്കൊരു പ്രശ്നം വരും. അതിന് നമ്മൾ അത്രയും അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ ഒരു എളുപ്പവഴികൾ നമുക്ക് എപ്പോഴും കുറവായിരിക്കും. കാരണം എളുപ്പത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അതായത് ഒരു ചോദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇൻഡെപ്തിൽ തന്നെ പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ അത് അറിവുള്ളവരോട് നമ്മൾ ചോദിക്കുക. നമ്മളെപ്പോഴും നമ്മളുടെ ഫീൽഡിൽ 1 or 2 പേരൊക്കെ നമ്മൾ കണ്ടെത്തുക. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചോദിക്കാനും പറയാനും ഒക്കെ പറ്റുന്ന ആളുകളെ നമ്മളെ ഫീൽഡിൽ
നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീൽഡ് ആവണം. ആ ഫീൽഡിൽ നമുക്ക് ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന, നമുക്കൊരു മെന്ററായിട്ട് വെക്കാൻ പറ്റുന്ന ഒരാളോട്, അപ്പൊ അവരോട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ അവരോട് ചോദിക്കാം, പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം. ആ രൂപത്തിൽ നമ്മൾ എളുപ്പ വഴി അത് തന്നെയായിരിക്കും. സാറേ നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത നമ്മളിപ്പോ ഈ കണ്ട ഈ നോട്ട്സ് നാളെ കിട്ടണം എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്ത സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്കത് എടുക്കാൻ പറ്റും? റെക്കോർഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിന്റെ റെക്കോർഡ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു യൂട്യൂബിന്റെ ലിങ്ക് ആയിരിക്കും, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആവശ്യമുള്ളതിന്റെ റെക്കോർഡ് എന്നോട് പേഴ്സണലി സാർ റെക്കോർഡ് എന്ന് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ലിങ്ക് തരും. ശരി. നമ്മള് കരിയറിന്റെ അവിടെ പാഷൻ പ്രൊഫഷൻ എന്നുള്ള അവിടെ പാഷൻ അവിടെ വാട്ട് യു ലവ് എന്നാണ് പറഞ്ഞത്. അതുപോലെ പ്രൊഫഷൻ വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്താണ് ഡിഫറെന്റ്? വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലുകൾ ഏതാണ് എന്നുള്ളതാണ്. ഞാൻ അവിടെ ഡിഫൈൻ ചെയ്തു. നമുക്ക് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഒരാൾക്ക് ഡോക്ടർ ആകണം എന്നുള്ളതാണ് പാഷൻ, അതല്ലെങ്കിൽ ഒരു കൗൺസിലർ ആകണം എന്നുള്ളതാണ് പാഷൻ. പക്ഷെ അയാൾക്ക് ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണ് ലിസണിങ് സ്കിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്താവാൻ പറ്റുള്ളൂ, ആ ഒരു മേഖലയ്ക്ക് പോകാൻ പറ്റുള്ളൂ. വെറുതെ ഒരു കൗൺസിലർ ആകണം എന്നുള്ള നല്ലൊരു പാഷനോ ആഗ്രഹമോ ഡിസയറോ ഒക്കെ ഉണ്ട്, പക്ഷെ ഇയാൾക്ക് ഒരാളെ കേട്ടിരിക്കാനുള്ള ഒരു സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒന്നും കൂടി അന്ന് ആലോചിക്കേണ്ടി വരും ആ ഫീൽഡിലേക്ക് പോകണോ വേണ്ടേ എന്നുള്ളത്. ക്ലിയർ ആണോ സാർ? അതായത് പാഷനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സ്കിൽ നമ്മൾ എടുക്കലുണ്ടെന്നാണോ? അതെ അതെ അതെ, പാഷനിലേക്ക് പറ്റുന്ന സ്കില്ല് നമുക്കുണ്ടോ എന്നുള്ളത് ആണ് അതിന്റെ പ്രധാനം. കറക്റ്റ്. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഈ പ്രോസസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. അപ്പൊ ഈ പ്രോസസ്സിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിൽ നമുക്ക് തിളങ്ങാൻ പറ്റും. നല്ല പിന്നെ നമുക്ക് ജ്വലിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ തന്നെ അതിനെ സമീപിക്കുക. ഇന്നത്തെ പോലെ തന്നെ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ലൈവിൽ തന്നെ വീഡിയോയിൽ തന്നെ എല്ലാവരും സംബന്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് വോയിസ് ടാസ്ക് ആണ്. കഴിഞ്ഞ ദിവസം ഇട്ടതുപോലെ തന്നെ വോയിസ് ടാസ്ക് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ 5 മിനിറ്റിന്റെ ഒരു ടാസ്ക് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. 5 മിനിറ്റിന്റെ ഒരു വോയിസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് എടുത്ത ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ, കുറെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, 9 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ മാസ്റ്റർ ആകുന്നതാകാം, അതല്ലെങ്കിൽ അവയർനെസ്സിനെ കുറിച്ചിട്ടാകാം, ഏതെങ്കിലും ഒരു ടോപ്പിക് ഇഷ്ടമുള്ളത് എടുത്തോ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ടഫ് ആയിട്ടുള്ളതല്ല നമ്മളിപ്പം പറയാൻ വേണ്ടി ശ്രമിക്കുക, കുറച്ചുകൂടി എളുപ്പമുള്ളത് നമ്മൾ പറയാൻ പറ്റും നോക്കുക. അതിൽ ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾക്ക്, ഇപ്പൊ നിങ്ങളൊരു ട്രെയിനർ ആണല്ലോ അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏത് ടോപ്പിക് ആയിരിക്കും എടുക്കുക, അത് നിങ്ങൾ വോയിസ് ആയിട്ട് അവിടെ എടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എടുക്കുക, അതാണ് അവിടെ പറയേണ്ടത്. അപ്പൊ ഒരു കാരണവശാലും ഇന്നലെ സാറ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഇങ്ങനെയൊന്നും പറയരുത്. മറിച്ച് നമ്മൾ ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായിരിക്കും നമ്മൾ പറയാ, അതേപോലെ ഒരു 5 മിനിറ്റ് ഒരു വോയിസ് തയ്യാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഇടുക. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പൊ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനറായിട്ട് പ്രസന്റ് ചെയ്യുന്ന എക്സാക്ട്ലി, നിങ്ങൾ അവിടെ ട്രെയിനർ ആയിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ടിൽ ആളുണ്ട്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു കാര്യം അവതരിപ്പിക്കുക. അപ്പോ അതിലൂടെ നിങ്ങൾ ആ ചൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക് കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും കുറച്ചും കൂടി. ഇനിയിപ്പോ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് 5 മിനിറ്റിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 2 പോയിന്റ് എടുത്തോളൂ. ഒരാൾക്ക് എന്താണ്
ഒരു മാസ്റ്റർ ആകാന്നുള്ളതാണ് എടുത്തത്. പക്ഷെ ഇത് പറഞ്ഞിട്ട് 2 മിനിറ്റ് എത്തുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 2 പോയിന്റ് പറയാം. ഇനി ഒരാൾക്ക് 2 പോയിന്റ് കൊടുത്തിട്ട് 5 പോയിന്റിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ 5 മിനിറ്റിലേക്ക് ആവശ്യമുള്ളത് അതെടുത്തോ. ഓക്കെ. ഓക്കെ യെസ്. ഓക്കെ. അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് സന്തോഷത്തോടെ അറിയിക്കുന്നു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.